അപ്പൊ ആ യുക്തിവാദ സംഘത്തിന്റെ ആ ഇടമറിന്റെ അഭാവം ഒട്ടും ബാധിക്കാതെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ കലാനാഥന് ഒരു വളരെ വലിയ പങ്കുണ്ട്. അതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടത്ത് വരുന്നുണ്ട്. അവിടെ കലാനാഥൻ എടുത്ത തീരുമാനങ്ങളാണ് അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനം നമുക്ക് കൊടുക്കാൻ തോന്നുന്നത്. ഇടമറുക് ജയിലിലായിരിക്കുന്ന സമയത്ത് കൂടുതലും ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ സ്മരണയോട് ബന്ധിപ്പിച്ച് എനിക്ക് കലാനാഥനെ കാണാൻ പറ്റുന്നുള്ളൂ. വളരെ സ്നേഹമസൃണമായ കത്തുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കുകയും അതിന് വലിയൊരു ഇമോഷണൽ സപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്ത ഒരാളാണ് കലാനാഥൻ. യു കലാനാഥന്റെ മരണവിവരം രാത്രി തന്നെ പല സുഹൃത്തുക്കളും അറിയിച്ചിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം ഇത്ര പെട്ടെന്ന് കടന്നു പോകും എന്നൊരു ധാരണ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദീർഘകാലമായിട്ട് കിടപ്പിലായിരുന്നു, ക്യാൻസർ രോഗിയായിരുന്നു, 84 വയസ്സുണ്ടായിരുന്നു. ഓർമ്മ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ മങ്ങിപ്പോകാൻ തുടങ്ങിയിരുന്നു. ഡിമെൻഷ്യയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ പോയ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും വളരെ സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഓർമ്മ വീണ്ടെടുത്തത് എന്നും മറ്റും അറിയിക്കാറുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം അധികം ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം എല്ലാവരും തന്നെ മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ മരണപത്രത്തിലൂടെ പ്രകടിപ്പിച്ചിരുന്നു. 2 കണ്ണുകളും 2 അന്ധർക്ക് കാഴ്ച കിട്ടുന്നതിനായി കൊടുക്കണമെന്ന്, ശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൊടുക്കണം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇതിൽ കണ്ണുകൾ മെഡിക്കൽ കോളേജിലെ അധികൃതർ, ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കാൻ വിസമ്മതിച്ച് സാങ്കേതികമായ ഒരു പ്രശ്നമാണ് അവർ പറഞ്ഞത്. 84 വയസ്സായതുകൊണ്ട് ആ കണ്ണുകൾ ഒരുപക്ഷെ പ്രയോജനപ്പെട്ടേക്കില്ല, കണ്ണിന്റെ റെറ്റിനയാണ് ഉപയോഗിക്കുന്നത്, പ്രയോജനപ്പെട്ടേക്കില്ല എന്ന് പറഞ്ഞാണ് അത് സ്വീകരിക്കാതിരുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷെ അത് ശരിയാകണമെന്നില്ല. അത് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു സാങ്കേതിക ന്യായം പറഞ്ഞ് അത് നിഷേധിച്ചതാകാനാണ് വഴി. നമുക്ക് തന്നെ അറിയാവുന്ന മറ്റൊരു കേസുണ്ട്. എം.സി. ജോസഫിന്റെ പുത്രൻ ചെറിയാൻ മരിക്കുന്നത് 101-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ പറ്റി. അത് 2 പേർക്ക് കാഴ്ച കിട്ടുകയും ചെയ്തു. അതെന്താണെങ്കിലും കലാനാഥൻ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകുകയുണ്ടായി. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കലാനാഥനെ കുറിച്ചിട്ട് പൊതുവെ പറയുമ്പോൾ ഏതാണ്ട് ഇന്ന് കേരളത്തിലുള്ള യുക്തിവാദ മേഖലയിലുള്ള എല്ലാവർക്കും തന്നെ കലാനാഥനെ പരിചയമുണ്ടാകണം എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹം ജനിച്ചത് 1940-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു കുഗ്രാമത്തിൽ, ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. അവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പൊതുവേദിയിലേക്ക് വരുന്നത് വളരെ ചെറുപ്പകാലത്താണ്. ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയാത്ത അദ്ദേഹത്തിന്റെ ചില കുട്ടിക്കാലത്തെ സംഗതികൾ ഇപ്പോൾ കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വള്ളിക്കുന്ന് നേറ്റീവ് AUP സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ അദ്ദേഹം സ്കൂളിലെ സ്റ്റുഡൻസ് ലീഡറായിരുന്നു. ആദ്യം മുതൽ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് താല്പര്യം കാണിച്ചു എന്ന് തന്നെയാണ് സൂചന. പല ആൾക്കാരും കരുതുന്നത് പോലെ അദ്ദേഹം യുക്തിവാദ പ്രസ്ഥാനത്തിലല്ല അദ്ദേഹത്തിന്റെ പൊതുജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹം പിന്നീട് പഠിച്ചത് ഫറൂഖ് ഗവൺമെന്റ് ഗണപത് ഹൈസ്കൂളിൽ പഠിക്കുന്നു, ഫറൂഖ് കോളേജിൽ പഠിക്കുന്നു, ഫറൂഖ് B.Ed ട്രെയിനിങ് കോളേജിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സ്കൂൾ അധ്യാപകനായി. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അന്ന് ഇന്നത്തെ SFIയുടെ പഴയ രൂപം KSF എന്ന് പറഞ്ഞൊരു സംഘടനയാണുള്ളത്, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഗണപത് സ്കൂളിലെ ലീഡറായിരുന്നു. 1960s കലാനാഥൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭിന്നിച്ചിരുന്നില്ല. അദ്ദേഹം CPIയിൽ, അന്ന് CPI ഉള്ളൂ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ അതേക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലതവണ. എല്ലാവർക്കും തന്നെ അറിയാവുന്ന സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ല. ഉള്ളവരൊക്കെ തന്നെ പാർട്ടി ഭിന്നിച്ചപ്പോൾ പലയിടത്തേക്കായി പിരിഞ്ഞുപോയി. അത് കഴിഞ്ഞ് കലാനാഥന്റെ വ്യക്തിപരമായ
താല്പര്യവും ശ്രമവും കൊണ്ടാണ് അവിടെ ആ സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതായത് CPIM-ന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നത്. വള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായി ഒരു പാർട്ടി ബ്രാഞ്ച് ഉണ്ടാക്കുന്നത് കലാനാഥനാണ്. അന്ന് അദ്ദേഹം യുക്തിവാദി സംഘവുമായിട്ടൊന്നും ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടേയില്ല. 1969 1969 കേരള യുക്തിവാദി സംഘം എന്ന, അന്ന് നമുക്ക് കേരളത്തിൽ ഒരു സംഘടനയുള്ളൂ, കേരള യുക്തിവാദി സംഘത്തിന്റെ 1ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നത്. കേരളത്തിലെ യുക്തിവാദി സംഘം ദീർഘകാലമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അതിനൊരു കാരണം സംഘടന വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്ന കാലത്ത്. MC ജോസഫ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ തുടങ്ങി വെച്ചെങ്കിലും അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം ഒക്കെ പ്രശ്നമായി വരുന്നു. MC ജോസഫാണ് യുക്തിവാദി മാസിക നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺസിൽ ഒന്ന് യുക്തിവാദികൾക്ക് സംഘടന പാടില്ല എന്നൊരു നിലപാടായിരുന്നു. യുക്തിവാദികൾക്ക് സംഘടന പാടില്ല എന്ന് പറയുന്നത് ഒരു സതുദ്ദേശത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചില ചട്ടങ്ങൾ ഉണ്ടാവും, ചില നിബന്ധനകൾ ഉണ്ടാവും, അപ്പോൾ ഒരു മതം പോലെ ആയിത്തീരും. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ അതൊരു സംഘടന ഉണ്ടാകാനേ പാടില്ല. യുക്തിവാദികൾക്ക് സംഘടന പാടില്ല എന്നൊരു നിലപാടായിരുന്നു MC ജോസഫ്. പല ആൾക്കാർക്കും അറിയാം, അന്ന് MC-യുടെ ശിഷ്യനായിട്ടാണ് എൻ്റെ അച്ഛൻ ഇടമറുക ഒക്കെ യുക്തിവാദി പ്രവർത്തന രംഗത്തേക്ക് 1950s കടന്നു വരുന്നത്. അപ്പൊ അദ്ദേഹം MC-യോട് വലിയ ആദരവ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ യുക്തിവാദികൾക്ക് സംഘടന വേണം എന്നൊരാശയമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് പലയിടത്തും വെച്ച് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ട. 1954 പിറവത്ത് വെച്ച് ഒരു യുക്തിവാദികൾക്ക് സംഘടന വേണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടൊരു വലിയ സംവാദം സംഘടിപ്പിക്കപ്പെട്ടു. MC ജോസഫ് സംഘടന വേണ്ടാന്നും ഇടമറുക സംഘടന വേണം എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ക്ഷണിച്ച് ഉണ്ടാക്കി. ഇവർ രണ്ടുപേരും കൂടി പങ്കെടുക്കുന്ന ഒരു വലിയ ഡിബേറ്റ് ആണ്. വളരെ യങ്സ്റ്ററാണ് ഇടമറുക, അദ്ദേഹത്തിന് 20 വയസ്സൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സംഘടന വേണം വേണ്ട എന്നൊക്കെയുള്ള തർക്കത്തിന്റെ ഒടുവിൽ ഇടമറുക മുൻകൈ എടുത്ത് കോട്ടയത്ത് വെച്ച് 1956 സംഘടന ഉണ്ടാക്കി. അതിന് MC ജോസഫിനെ തന്നെ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമം നടത്തി. അദ്ദേഹം അത് ഇരുന്നില്ല. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു. അതേസമയം സഹകരിക്കും എന്നും പറഞ്ഞു. പക്ഷെ ഈ തർക്കം തുടരുന്നത് കൊണ്ട് പിന്നീട് ഒരു 1ാം സംസ്ഥാന സമ്മേളനം നടക്കാനായിട്ട് ഏതാണ്ട് 13 വർഷങ്ങൾ വേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് യുക്തിവാദി സംഘം കേരളത്തിലൊട്ടാകെ തന്നെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കുകയാണ്. 1960s അതൊരു ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒട്ടേറെ ആൾക്കാർ മലബാറിൽ അന്ന് വളരെ ശക്തനായിട്ടുണ്ടായിരുന്നു തിരുവത്തിരാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പ്രദീപം എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. പ്രദീപം എന്ന് പറയുന്ന മാഗസിൻ അല്ല, ഒരു സായാഹ്ന ദിനപത്രം. പ്രദീപത്തിന്റെ ഉടമസ്ഥനും അതിന്റെ പത്രാധിപരും BK വേങ്ങാലിൽ എന്ന് പറയുന്ന അതിന്റെ ആക്റ്റീവ് പത്രാധിപരും തിരുവത്തിരാമനുമാണ് മലബാർ മേഖലയിലെ എന്ന പ്രധാനപ്പെട്ട സംഘം വേണം എന്ന് പറയുന്ന ആശയത്തിന്റെ വക്താക്കള്. തിരുവിതാംകൂർ, കൊച്ചി തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് സംഘം വേണം എന്ന് പറയുന്ന ആശയവുമായിട്ട് വന്നത് ഇടമറുക, M പ്രഭ തുടങ്ങിയ ആൾക്കാരാണ്. അക്കാലത്ത് തന്നെ മലബാറിൽ ഉണ്ടായിരുന്ന, കണ്ണൂരിൽ ഉണ്ടായിരുന്ന MBK എന്ന് പറഞ്ഞൊരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു. അദ്ദേഹം ഒരു സംഘടന വേണം എന്ന ആശയവുമായി മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ ഈ സംഘടന വേണം എന്നുള്ള കാര്യത്തിൽ അവസാനം ഒരു ധാരണയെത്തി. കോഴിക്കോട് വെച്ച് ഈ തിരുവത്തിരാമന്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ് 1969. അപ്പൊ അതിനകം ഈ 1960s എന്ന് പറയുന്നത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സജീവമായ കാലങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാം. ആ സജീവമായ കാലങ്ങളിൽ ഒന്നാകുന്നതിന്റെ ഒരു വ്യത്യാസം, ഒരു കാരണം 1962 മുതൽ കോവൂരിന്റെ ലേഖനങ്ങൾ സ്ഥിരമായിട്ട് ജനയുഗം എന്ന് പറയുന്ന ഒരു വാരികയുണ്ട്. ആ കാലത്ത് CPI ആണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ പത്രാധിപർ കാമ്പിശ്ശേരി കരുണാകരൻ പാർട്ടി ചട്ടവട്ടങ്ങൾക്കൊന്നും അത്ര വിധേയനല്ലാതെ നിന്നിരുന്ന ഒരു പത്രാധിപരാണ്. യുക്തിവാദത്തോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ആഭിമുഖ്യം. അപ്പൊ അതിനകത്ത് 2 പങ്ക്തികൾ, ഇടമറുകിന്റെ ഒരു പങ്ക്തിയും അത് കൂടാതെ ഇടമറുക് പരിഭാഷപ്പെടുത്തുന്ന കോവൂരിന്റെ ഡയറി എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പൊ കോവൂര് ഒരു മാതൃകയായി അന്ന് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റി നമുക്കെന്ന് പറഞ്ഞാൽ അന്നത്തെ യുക്തിവാദികൾക്ക് കഴിഞ്ഞു. ഇതിന്റെ കാരണം കോവൂര് സ്വജീവിതത്തിൽ യുക്തിവാദം പകർത്തിയ ഒരാളാണ്. അദ്ദേഹം മതരഹിതമായി വിവാഹം കഴിച്ചു. ഒരു ശ്രീലങ്ക, അന്നത്തെ സിലോണാണ്, സിലോൺ യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ത്തോട് യോജിപ്പുള്ള ഒരാളാണ്. മാത്രമല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ കേരളത്തിലെ എല്ലാ ഭാഗത്തും വലിയ യുക്തിവാദി സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് 1960s എന്ന് പറയുന്നത്. അതേസമയം കേന്ദ്രീകൃതമായ ഒരു സംസ്ഥാന
സമ്മേളനം പിന്നീട് നടക്കുന്നേ ഈ 10 കൊല്ലക്കാലം 10-12 കൊല്ലക്കാലം നടക്കുന്നതേയില്ല. അപ്പം പലയിടത്തും അന്ന് കോവൂരിന്റെ സമ്മേളനങ്ങൾ 1964 വരുമ്പോൾ തന്നെ അന്ന് വലിയ ഓഡിയൻസിനെ ആകർഷിക്കാൻ കോവൂരിന് പറ്റും. കോവൂര്, ഇടമറുക്, എം പ്രഭ തുടങ്ങിയ ആൾക്കാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. അപ്പൊ ഒരു പ്രൊജക്റ്റഡ് ഇമേജ് ആയിട്ട് കോവൂരിനെയാണെന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത്. അപ്പൊ അതോടുകൂടി കേരളത്തിലാകെ യുക്തിവാദി പ്രസ്ഥാനത്തിന് വലിയൊരു വേരോട്ടം കിട്ടിയിട്ടുണ്ട്. കലാനാഥൻ തന്നെ അതേക്കുറിച്ച് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന യുക്തിവാദികൾ സംഘടന വേണ്ട എന്ന് പറഞ്ഞിരുന്ന MC ജോസഫും സംഘടന വേണം എന്ന് പറഞ്ഞിരുന്ന ഇടമറുകുമായിരുന്നു അക്കാലത്ത് യുക്തിവാദി പ്രസ്ഥാനത്തെ നയിച്ചിരുന്നത് എന്ന് കലാനാഥൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം 1969 കോഴിക്കോട് വെച്ച് തിരുവത്തിരാമൻ ഓർഗനൈസ് ചെയ്യുന്ന മീറ്റിംഗ്. അപ്പൊ അന്ന് ഓർക്കേണ്ട ഒരു സംഗതി, നമ്മൾ കലാനാഥന്റെ കഥ പറയുമ്പോൾ അതോടനുബന്ധിച്ച് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും കൂടി അവിടെ അടയാളപ്പെടുത്തി വരുന്നുണ്ട്. ഈ കലാനാഥൻ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം CPIM-ന്റെ അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിന് നേതൃത്വം വഹിച്ചു എന്ന് മാത്രമല്ല, ആ ബ്രാഞ്ച് അവർ ലോക്കൽ കമ്മിറ്റി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ലോക്കൽ കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ആ ലോക്കൽ കമ്മിറ്റിയുടെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു മിക്കവാറും ഈ ലോക്കൽ കമ്മിറ്റി കൂടുന്നത്. 1970 മുതൽ അദ്ദേഹം 84 വരെ ഇതിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 1970 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 1969 കലാനാഥൻ ഔദ്യോഗികമായി യുക്തിവാദി സംഘവുമായി ബന്ധപ്പെട്ടു വരുന്നത്. സമ്മേളനത്തിലാണ് വരുന്നത്. തിരുവത്തിരാമൻ വിളിക്കുന്ന ഈ സമ്മേളനത്തിൽ അതേക്കുറിച്ച് കലാനാഥൻ തന്നെ മാതൃഭൂമി വാരികയ്ക്ക് കുറെ കാലം മുമ്പ് നൽകിയ ഒരു നല്ല ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ നിലിയന അത്തോളിയാണ് ആ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത്. ആ ഇന്റർവ്യൂവിനകത്ത് കലാനാഥൻ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നത്, ഈ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്ത പ്രദീപത്തിൽ വായിക്കുന്നു അദ്ദേഹം. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹം താല്പര്യം കാണിച്ചുകൊണ്ട് ഈ തിരുവത്തിരാമനെ കോണ്ടാക്ട് ചെയ്യുന്നു. തിരുവത്തിരാമൻ അപ്പൊ ഈ ഒരു വളരെ യുവാവായ ഒരു മനുഷ്യൻ വരുന്നിട്ട് ഈ സംഘടനയുടെ കാര്യത്തിൽ താല്പര്യം കാണിച്ചപ്പോൾ അതിന് ആ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഒരു ചുമതല, അതിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ചുമതല കൊടുക്കുന്നു. അന്ന് ആദ്യം നടക്കുന്ന 1-ാം സംസ്ഥാന സമ്മേളനം 1969 നടക്കുമ്പോൾ അതിന്റെ രക്ഷാധികാരി MC ജോസഫ് ആയിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കലാനാഥൻ, അന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറയുന്ന ഒരു ആശയം വരുന്നു. അപ്പൊ കലാനാഥനെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് ആ മീറ്റിംഗിന്റെ സമയത്ത് ചുമതലപ്പെടുത്തുകയാണ്. അത് വളരെ പെട്ടെന്ന് കലാനാഥനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഉൽപ്പതിഷ്ണുമായ ഒരു കലാനാഥനാണ്. നമുക്കിപ്പോൾ അറിയാവുന്ന വാർദ്ധക്യം ബാധിച്ച ഒരു കലാനാഥനല്ല. ഒന്നോർത്ത് നോക്കൂ, അന്ന് 20കളിൽ പ്രായമുള്ള ഒരു കലാനാഥൻ, വളരെ ആക്റ്റീവാണ്. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. 13 വയസ്സ് എനിക്കുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്കൊരു നേരിയ ഓർമ്മയുണ്ട് അക്കാലത്തെ കലാനാഥനെ. ഞാൻ ആദ്യം കലാനാഥനെ കാണുന്നത് 1969 ഈ മീറ്റിങ്ങിലാണ്. ആ മീറ്റിങ്ങിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകുന്ന ഒരു കുട്ടിയാണ് ഞാനെന്ന്. 13-14 വയസ്സേ പ്രായം ഉണ്ടാവുള്ളൂ എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം കലാനാഥനെ കാണുന്നത്. പക്ഷെ കലാനാഥൻ അപ്പോൾ തന്നെ എൻ്റെ സ്വാഭാവികമായിട്ടൊരു കുട്ടിയായ എൻ്റെ പോലും ശ്രദ്ധയിൽ വന്നിരുന്ന, ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അപ്പോൾ അന്ന് ഓർക്കേണ്ടിയിരുന്ന ഒരു സംഗതി, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവെ തന്നെ യുക്തിവാദി പ്രസ്ഥാനത്തോട് അത്ര ഇന്ന് കാണിക്കുന്ന പോലത്തെ എതിർപ്പ് കാണിച്ചിരുന്ന ഒരു കാലമല്ല. പ്രത്യേകിച്ച് CPI യുക്തിവാദി പ്രസ്ഥാനത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് പറയാം. അതിൻ്റെ ഒരു കാരണം, ജനയുഗത്തിന്റെ പത്രാധിപരായിരുന്ന കാമ്പിശ്ശേരി കരുണാകരൻ, അദ്ദേഹം ആ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലും അതിൻ്റെ ഒരു ആദ്യകാല ശക്തന്മാരിൽ ഒരാൾ എന്ന നിലയിലും കാമ്പിശ്ശേരിക്ക് വലിയ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ജനയുഗം പത്രത്തിൽ. ജനയുഗം ഒരു പാർട്ടിയുടെ പ്രചരണ പത്രമായിരുന്നില്ല, ഒരു സാഹിത്യ വാരികയായിരുന്നു. ബിമലമിത്രയുടെ നോവലും അതും ഒക്കെ വരുന്ന ഒരു രാഷ്ട്രീയ ലേഖനം പോലും അന്ന് ജനയുഗത്തിൽ വന്നിരുന്നില്ല. അതൊക്കെ വന്നിരുന്നത് നവയുഗം എന്ന് പറഞ്ഞ മറ്റൊരു മാസികയിലാണ്. ഈ ജനയുഗമാണ് ഒരുപക്ഷെ അന്നത്തെ മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള വാരിക എന്ന് പറയുന്നത്. അപ്പൊ ആ ജനയുഗത്തിലൂടെ കിട്ടിയ ഒരു വലിയ ഒരു ബേസ്. പൊതുവെ തന്നെ CPIക്കാര് ആ സമയത്ത് യുക്തിവാദ പ്രസ്ഥാനത്തോട് വലിയ താല്പര്യം കാണിച്ചിരുന്നു പല സ്ഥലത്തും. ഞാനത് വളരെ
കൃത്യമായി തന്നെ ഓർക്കാനുള്ള ഒരു കാര്യം കൂടി ഞാൻ ഉദാഹരണമായിട്ട് പറയാം. അന്ന് ഒരു വി.ടി. ഭട്ടതിരിപ്പാട് അതിൻ്റെ ക്യാപ്റ്റനായി, ഇടമറുക് വൈസ് ക്യാപ്റ്റനായി ഒരു ജാതി വിരുദ്ധ ജാഥ നടത്തി. അത് 1960s നടക്കുന്നത്. ഈ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാണ്. ആ ജാഥയിൽ ഞാൻ അക്കാലത്ത് തന്നെ ഇക്കാര്യത്ത് വലിയ ഉത്സുകനായിരുന്നുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ സകലതിന് ഞാൻ കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി, ഈ ജാഥ വൈക്കത്തെത്തുമ്പോൾ വൈക്കത്ത് ആ ജാഥ സ്വീകരിക്കാനായിട്ട് വന്നിരുന്നത് അന്ന് CPIയുടെ ഒരു നേതാവായിരുന്ന CK വിശ്വനാഥനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പുത്രൻ, ഒരു 10-12 വയസ്സ് വരുന്ന ഒരു പുത്രൻ ആണ് വന്നിട്ട് ഈ ജാഥയിലെ അംഗങ്ങൾക്കെല്ലാം മാലയിട്ട് സ്വീകരിക്കുന്നത്. ആ പയ്യൻ ആണ് ഇന്നത്തെ ബിനോയ് വിശ്വം. ഞാൻ ബിനോയിയെ ആദ്യം കാണുന്നത് അങ്ങനെയാണ്. പിന്നീട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ഒക്കെ ചെയ്ത മറ്റൊരു കഥയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു CPIക്ക് വളരെ ക്ലോസ് ആയിട്ട് യുക്തിവാദ സംഘമായിട്ട് ഒരു ബന്ധമുണ്ട്. അതേസമയം തന്നെ മാർക്സിസവുമായി ബന്ധപ്പെട്ട സൈദ്ധാന്തിക പ്രശ്നങ്ങളൊന്നും തന്നെ അന്ന് യുക്തിവാദ മേഖലയിൽ ചർച്ചയിൽ വരുന്നില്ല. ഓർക്കേണ്ട ഒരു സംഗതി, MC ജോസഫ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, സഹോദരൻ അയ്യപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, V.T. ഭട്ടതിരിപ്പാട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് കമ്മ്യൂണിസത്തോട് താല്പര്യമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഒരു ട്രോട്സ്കിസ്റ്റ് ആയിരുന്നു. ട്രോട്സ്കിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാലിനിസത്തിനെതിരായിട്ടുള്ള, സ്റ്റാലിന്റെ ഏകാധിപത്യ പ്രവണതകളെ എതിർത്തിരുന്ന, റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ഒരാളാണ് ട്രോട്സ്കി. സ്റ്റാലിന്റെ അധികാരം പിടിച്ചെടുക്കലോടുകൂടി ട്രോട്സ്കി നിഷ്കാസിതനാവും. അദ്ദേഹം മെക്സിക്കോയിലേക്ക് പോവുകയും അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ട്രോട്സ്കിയോട് ആഭിമുഖ്യം പുലർത്തുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം, അടിച്ചമർത്തിന് ഇല്ലാത്തൊരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ ആയിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട താല്പര്യങ്ങളിലൊന്ന്. അദ്ദേഹം അതിനോടൊരു ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരാളാണ്. ആദ്യകാല യുക്തിവാദികൾ ആരും തന്നെ കമ്മ്യൂണിസ്റ്റുകളല്ല. ഇപ്പൊ തൊട്ടടുത്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇടമറുകും കോവൂരുമാണ്, അല്ലെ? 1960s പ്രഭാവത്തിൽ വരുന്ന നേതാക്കന്മാർ ഇടമറുകും കോവൂരുമാണ്. ഇവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകളല്ല. ഇടമറുക് ആദ്യം കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥി രംഗമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയത്ത് ഒരു കൊല്ലോ 2 കൊല്ലോ മറ്റോ റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ അദ്ദേഹത്തിന് താല്പര്യം വരുന്നുണ്ട്. കുറ്റിപ്പുഴയുടെ സ്വാധീനത്തിൽ ട്രോട്സ്കിസത്തോട് കുറച്ചൊരു താല്പര്യം വരുന്നുണ്ട്. ഇതൊക്കെ 1 കൊല്ലം നീണ്ടു നിന്ന ഒരു കാലമാണ്. 22ാമത്തെ വയസ്സിൽ അദ്ദേഹം രാഷ്ട്രീയം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് യുക്തിവാദമാണ് വഴി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഈ പാർട്ടി വിടുന്ന ആൾ, അല്ലെങ്കിൽ കമ്മ്യൂണിസം വിടുന്ന ആൾക്കാരോട് വലിയ ശത്രുതയാണ്. അപ്പൊ ആ കാലത്ത് അദ്ദേഹം എഴുതിയൊരു ഒരു ലേഖനത്തിന്റെ പേര് കരിങ്കാലിയും കാഫിറും എന്നാണ്. ഇസ്ലാം മതത്തിലെ മതം വിട്ടുപോകുന്നവരെ ഒരു കാഫിറായിട്ട് വിളിക്കുന്നത് പോലെ ഇവിടെ പാർട്ടി വിട്ടുപോകുന്ന ആൾക്കാരെ കരിങ്കാലി എന്ന് വിളിക്കുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഗതിയാണത്. പക്ഷേ ഈ അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റുകൾ അല്ലാത്ത ഇവർക്ക് മുഴുവനും അന്ന് തുണയേകിയതും ശക്തി പകർന്നതും വലിയൊരളവോളം CPIയുടെ മുഖപത്രമായിരുന്നു, അല്ലെങ്കിൽ CPI നടത്തിയിരുന്ന ജനയുഗമായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ആ കാലഘട്ടത്തിൽ അതൊരു വലിയ പ്രധാനപ്പെട്ട റോളായിരുന്നു. അതേസമയം അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ചു കഴിഞ്ഞിട്ട് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുമായിട്ടൊരു മുന്നണിയാണ് ഉള്ളത്. മറുവശത്ത് മാർക്സിസ്റ്റ് പാർട്ടി മറ്റൊരു മുന്നണിയിലാണ്, CPIM എന്ന് പറയുന്ന വേറൊരു മുന്നണിയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും CPIMനോട് യുക്തിവാദ സംഘത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരിടത്തും ഒരു സ്ഥലത്ത് പോലും ഒന്ന് CPIM യുക്തിവാദ സംഘവുമായിട്ട് നമ്മളിപ്പോ പലപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPIMന്റെ B ടീം ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. അത് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് അവർ പറയുന്നത്. കലാനാഥനെ പോലെ ഒരാള് പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം യുക്തിവാദ സംഘത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായിട്ടല്ല വന്നത്, യുക്തിവാദിയായിട്ടാണ് വന്നത്. അതാണ് കലാനാഥന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടത്തിലെ കലാനാഥന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ആഭിമുഖ്യവും അദ്ദേഹത്തിന്റെ യുക്തിവാദി പ്രവർത്തനവും വേറിട്ട് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പൊ തെരുവത്തുരാമൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹമായിരുന്നു അവിടുത്തെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത്. അപ്പം കലാനാഥൻ LC അംഗമായിരുന്നു. യുക്തിവാദി സംഘത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ പാർട്ടിയിലെ അംഗമായിരുന്നു, ആക്ടിവിസ്റ്റ് ആയിരുന്നു, ബ്രാഞ്ച് കമ്മിറ്റിയിലുണ്ടായിരുന്നു. കലാനാഥന്റെ വീട്ടിലായിരുന്നു പലപ്പോഴും മീറ്റിംഗ് കൂടുന്നത് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ ഈ ചുമതലയിലേക്ക് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ആക്കിയപ്പോൾ യുക്തിവാദി സംഘത്തിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൊടുത്തത്. അക്കാലം മുതൽ നമ്മൾ എപ്പോഴും കാണുന്ന കലാനാഥന്റെ ഒരു വലിയ പ്രത്യേകതയാണത്. പാർട്ടിയും യുക്തിവാദവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് പാർട്ടിയുടെ താല്പര്യങ്ങളാണെന്നുള്ള സംശയം തോന്നുമെങ്കിൽ പോലും അന്തിമ വിശകലനത്തിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം യുക്തിവാദ പ്രസ്ഥാനത്തോട് തന്നെയാണ് അദ്ദേഹത്തിന്റെ
പ്രധാന കൂറ് എന്ന് കാണാൻ പറ്റും. ഞാനത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുള്ളത് സമാന്തരമായി യുക്തിവാദവും മാർക്സിസവും തമ്മിലുള്ള പിൽക്കാലത്തെ ചർച്ചകളും വേർപിരിയലും ഒക്കെ വരുന്ന സമയത്ത് ഞാനന്ന് ഡൽഹിയിലായിരുന്നു. ഇടമറുകും EMS തമ്മിലുള്ള ഈ സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അവർ സുഹൃത്തുക്കളുമാണ്. ഇടമറുകാണ് അന്ന് EMSനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഇന്റർവ്യൂ അന്ന് കേരള ശബ്ദത്തിൽ EMSന്റെ വരുന്നുണ്ട്. ഈ വിയോജിപ്പുകൾ മറ്റു വേദികളിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ സൗഹൃദമുണ്ട്, സൗഹൃദ സംഭാഷണങ്ങളുണ്ട്. ഈ കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ സൗഹൃദ സംഭാഷണങ്ങളിൽ സംസാരിക്കാറുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ വരാം. അത് വളരെ രസകരമായ, ഒരുപക്ഷെ അധികമാർക്കും അറിയാത്ത കുറെ കാര്യങ്ങളും കൊണ്ടുണ്ട് അതിനകത്ത്. ഏതായാലും കലാനാഥൻ യുക്തിവാദ സംഘത്തിൽ വളരെ ആക്റ്റീവ് ആകുന്നു. അപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കാനുള്ള ചുമതല 1969 കലാനാഥന് കിട്ടുകയാണ്. അത് ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചു എന്ന് തന്നെ പറയാം. കോഴിക്കോട് യുക്തിവാദി സംഘം അന്ന് വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്, ഈ തിരുവത്തിരാമനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സജീവമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് നടക്കാൻ നിവൃത്തി ഉണ്ടായിരുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് ഒരു ദിനംതോറും ഇറങ്ങുന്ന ഒരു പത്രം നടത്തേണ്ടിയിരുന്ന ഒരു ചുമതലയുണ്ട്. PC കടലുണ്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അന്ന് ഈ കലാനാഥന്റെ സ്ഥലത്തിനടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. മറ്റൊരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെയും വലിയൊരു ഇൻഫ്ലുവൻസ് കലാനാഥനുണ്ട്. അപ്പൊ കോഴിക്കോട് ഒരു നല്ലൊരു കമ്മിറ്റി നിലവിൽ വന്നു. അതിനകത്തോടെ കടന്നു വന്ന കുറെ ആൾക്കാരുണ്ട്. പത്മനാഭൻ പള്ളത്ത്, ഈ ബാപ്പുജി ജുവല്ലറി എന്ന് പറഞ്ഞ ജുവല്ലറി നടത്തിയിരുന്ന ബാലകൃഷ്ണൻ, അങ്ങനെ ഒരു 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 വളരെ ഉത്സുകരായ കുറേയേറെ പേര് അന്ന് കോഴിക്കോട് യുക്തിവാദി സംഘത്തിലേക്ക് കടന്നു വരികയും അവരൊക്കെ അവരുടെ ജീവിതകാലം മുഴുവൻ യുക്തിവാദി പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ പ്രവർത്തനം മാറ്റിവെക്കുകയും ചെയ്യുകയുണ്ടായി. കലാനാഥൻ അങ്ങനെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ട് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഈ 69 യുക്തിവാദി സംഘം ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആയിരുന്നു. 1970 ഇടമറുകിനെ അറസ്റ്റ് ചെയ്യുന്നത്, ആദ്യത്തെ അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സംഘത്തിന് വലിയൊരു ക്ഷീണമുണ്ടായി. കാരണം സംഘത്തെ തകർക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കൃത്യമായ ധാരണ തന്നെ നമുക്കുണ്ട്. അതിന്റെ പിന്നിൽ CPIക്ക് അകത്ത് തന്നെ ഈ കാമ്പശ്ശേരി കരുണാകരന്റെ യുക്തിവാദത്തോടുള്ള പ്രത്യേക താല്പര്യത്തോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടായി. അവര് പല ആൾക്കാരും ഈ യുക്തിവാദ ലേഖനങ്ങൾ സ്ഥിരമായി കൊടുക്കരുത്, നമ്മൾ പാർട്ടിയാണ് പ്രധാനം, ഇത് പാർട്ടിയിലുള്ള ആൾക്കാർ മുഴുവൻ ഇവർ യുക്തിവാദ സംഘത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെയാണ് അവർ കണ്ടിരുന്നത്. പലയിടത്തും പാർട്ടി പ്രവർത്തകരെല്ലാം യുക്തിവാദ സംഘത്തിൽ കൂടുതൽ ആകർഷിച്ചാകുന്നു. അതുകൊണ്ട് യുക്തിവാദ സംഘത്തെ നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കരുത്, അങ്ങനെ ഇടമറുകിനെ പോലത്തെ നോൺ കമ്മ്യൂണിസ്റ്റുകളെ നമ്മൾ പ്രൊജക്ട് ചെയ്യരുത് എന്നൊക്കെ CPIക്കുള്ളിൽ അക്കാലത്ത് അഭിപ്രായം വളർന്നു വരുന്നുണ്ട്. അത് കുറിച്ച് കാമ്പശ്ശേരി തന്നെ സ്ഥിരമായിട്ട് ഇടമറുകുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അന്നത്തെ നിലയിൽ അങ്ങനെ സജീവമായിട്ടില്ല. ഈ 1970 ഈ അറസ്റ്റിന് ശേഷം ഏതാണ്ട് 5 മാസം മറ്റ് കഴിഞ്ഞിട്ടാണ് ഇടമറുകിന് ജാമ്യം കിട്ടുന്നത്. ജാമ്യം കിട്ടി അദ്ദേഹം വെളിയിൽ വരുന്നു. വെളിയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ആ കേസ് അന്ന് നക്സലൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആ കേസിൽ ഇടമറുകിന്റെ നിരപരാധിത്വം എടുത്തു കാണിച്ചുകൊണ്ട് വിധി വരുന്നു. ആ വിധി വന്നു കഴിഞ്ഞ് ഉടൻ തന്നെ ആദ്യം ചെയ്യുന്നത് 1974 കോട്ടയത്ത് വെച്ച് യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം വിളിക്കുകയാണ്. യുക്തിവാദ സംഘത്തിന്റെ ഈ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം ഈ 1969 കോഴിക്കോട്ട് സമ്മേളനം കഴിഞ്ഞിട്ടുള്ള അതിനു മുമ്പ് ഒരു സമ്മേളനം കൂടെ ഉണ്ട്. 1970 ഇടമറുകിനെ അറസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 4 ആ ഓഗസ്റ്റ് 14-15 എറണാകുളത്ത് വെച്ച് യുക്തിവാദ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അപ്പൊ ആ സമ്മേളനത്തിന് 2 ആഴ്ച മുമ്പ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. സമ്മേളനം പൊളിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ഇതൊരു വലിയൊരു മൂവ്മെന്റും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനം ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നതിനെ തടയിടുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഈ സമ്മേളനം ഇത്രയും വലിയ ഭീഷണികളൊക്കെ ഉണ്ടെങ്കിലും ആ സമ്മേളനത്തിൽ അന്ന് എറണാകുളത്ത് ആ സമ്മേളനത്തിലെ ഹോള് നിറഞ്ഞു കവിഞ്ഞ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിച്ചേർന്നിരുന്നു. അപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും യുക്തിവാദ സംഘവും തമ്മിലുള്ള ബന്ധക്കേടുമൊക്കെ അതിന്റെ രൂപം പ്രാപിച്ചു വരുന്ന ഒരു സമയമാണിത്. അതിനു മുമ്പ് നമുക്ക് ഒരു സംസ്ഥാന പഠന ക്യാമ്പ് ഇടുക്കിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് 1969 ശേഷമാണ്, അതോ 68 എന്ന് എനിക്കറിയില്ല, ഏതാണ്ട് ആ പീരീഡിലാണ്. ആ ഇടുക്കിയിൽ വെച്ച് നടക്കുമ്പോൾ അന്ന് ഒരു ഓപ്പൺ അപ്രോച്ച് ആണുള്ളത്. അന്ന് ഗോവിന്ദപിള്ളയെ ഒരു പ്രധാന ഇതിനകത്ത് ചില വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനം ക്ലാസ് എടുക്കാനായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം സംഘടനയ്ക്കകത്ത് കടന്നു വരുന്നുണ്ട്. ഗോവിന്ദപിള്ളയെ വിളിക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷെ ഗോവിന്ദപിള്ളയെ വിളിക്കുന്നതോടൊപ്പം തന്നെ
ജോണിനെയും കൂടെ വിളിക്കാൻ തീരുമാനിച്ചു. അന്ന് ജോൺ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം പരിവർത്തനവാദി പ്രസ്ഥാനമൊന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിലെ യുവ നേതാക്കന്മാരിൽ വളരെ പ്രമുഖനായ ഒരാളാണ്. ജോണിനെയും കൂടെ വിളിക്കാനായിട്ടുള്ള ഒരു പ്രിഡോമിനന്റ് CPM ഇൻഫ്ലുവൻസ് അതിനകത്ത് വരരുത് എന്ന് പറഞ്ഞ ഒരു താല്പര്യം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട്. ജോൺ ഉണ്ടാകുന്നു. അപ്പോൾ 3 പേരാണ്. ക്യാമ്പിന്റെ ഡയറക്ടർ ഇടമറുകാണ്. അതിനകത്ത് പ്രസംഗകരായിട്ട് ഗോവിന്ദപിള്ളയും ജോണും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1970 ഇടമറുകിനെ അറസ്റ്റ് ചെയ്ത് നടക്കുന്ന സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിന് കലാനാഥൻ വരുന്നുണ്ട്. പക്ഷെ കലാനാഥൻ ആ സംഘത്തിന്റെ അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കോഴിക്കോടുള്ള പ്രവർത്തകർക്കൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തൊക്കെ വന്ന് ചോദിക്കുന്നൊക്കെയാണ്, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ, ശല്യപ്പെടുത്തുന്നുണ്ടോ ആൾക്കാരെ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്ന കൂട്ടത്തിൽ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെയാണ് എനിക്ക് കലാനാഥനെ കുറിച്ച് അക്കാലത്തുള്ള സ്മരണയൊക്കെ. അത് കഴിഞ്ഞ് ആ സമ്മേളനത്തിൽ വെച്ച് ഇടമറുകിനെ ഇടമറുകിനെ വൈസ് പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്തുകൊണ്ടും പ്രഭ പ്രസിഡന്റ് ആയിക്കൊണ്ടും അന്ന് MBK ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട്, ഇടമറുകിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളാണ്. MBK ജനറൽ സെക്രട്ടറിയുമായിട്ട് സംഘടന വീണ്ടും വന്നു. ആദ്യത്തെ സമ്മേളനത്തിൽ, കോഴിക്കോട് സമ്മേളനത്തിലുണ്ടായ ഒരു ചെറിയ ഒരു അസ്വസ്ഥജനകമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം അന്ന് MC ജോസഫിനെയും കൂടി ഈ സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നായിരുന്നു പൊതുവെ തന്നെ അന്നത്തെ യുവ തലമുറയുടെ താല്പര്യം. അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ അകറ്റിക്കളയരുത്, അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നായിരുന്നു. പക്ഷെ ആ സമ്മേളനത്തിൽ ഒരു പ്രമേയം വന്നു. ആ പ്രമേയം അംഗത്വമുള്ള ഒരു സംഘടനയായി മാറുകയാണ്. അംഗത്വമുള്ള സംഘടനയായിട്ട് മാറുമ്പോൾ ഇടമറ കൊണ്ടുവരുന്ന ഒരു പ്രമേയമുണ്ട്. യുക്തിവാദി സംഘത്തിൽ അംഗങ്ങളാകുന്നവർ, ഇപ്പോഴും കേരള യുക്തിവാദ സംഘത്തിന്റെ മെമ്പർഷിപ്പ് ഫോറത്തിലുള്ള ഒരു വാചകമുണ്ട്, ഒരു വ്യക്തി ജീവിതത്തിൽ മതകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഒപ്പിടുന്നത്. ആ പ്രമേയം അങ്ങനെ ഒരു ക്ലോസ് വേണം. അതല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഈ ശബരിമലയിൽ പോകുന്ന ആൾക്കാരും അമ്പലത്തിൽ പോകുന്ന ആൾക്കാരും പള്ളിയിൽ പോകുന്ന ആൾക്കാരും ഒക്കെ യുക്തിവാദ സംഘത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു സ്വയം നിശ്ചയിക്കുന്ന ഒരാൾ, ഞാൻ മതത്തിന് വെളിയിലാണ് നിശ്ചയിക്കുന്ന ഒരാൾക്ക് അംഗത്വം കൊടുക്കുകയുള്ളൂ. ഇപ്പൊ MC ജോസഫ് അങ്ങനെ പറ്റില്ല, നമുക്ക് നമ്മൾ ഒരു ഓപ്പൺ അപ്രോച്ച് വേണം, പള്ളി പോകുന്നവരൊക്കെ തന്നെ വന്നോട്ടെ യുക്തിവാദ സംഘത്തിൽ നിന്ന് ഒരു സ്റ്റാൻഡ് MC ജോസഫ് എടുക്കുന്നു. അത് വോട്ടിനിടുന്നു. ആ വോട്ടിനിടുമ്പോൾ കലാനാഥൻ വളരെ ശക്തമായിട്ട് ഈ മതം ഉപേക്ഷിക്കുന്നവരാണ് യുക്തിവാദ സംഘത്തിലേക്ക് വരേണ്ടതെന്ന് പറഞ്ഞ് ഇടമറുകിന്റെ സ്റ്റാൻഡിന്റെ ഒപ്പം നിന്ന, വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരാളാണ്. പ്രമേയത്തിന് മുമ്പായിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിനെ പറ്റി കലാനാഥൻ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഇടമറുകും കലാനാഥനും തമ്മിലുള്ള ബന്ധം, വളരെ സ്ട്രോങ് ആയിട്ടൊരു ബന്ധം അരക്കിട്ടുറപ്പിച്ച ഒരു സംഗതി അതായിരുന്നു. അവിടെ വെച്ച് ഈ പ്രമേയം വോട്ടിനിടുമ്പോൾ MC ജോസഫ് അധ്യക്ഷനായിട്ട് വോട്ടിനിടുകയാണ്. അപ്പൊ ഈ പ്രമേയത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ എതിർക്കണമെന്നോ അല്ലെങ്കിൽ എതിർത്ത ആൾക്കാർ എണീക്കണമെന്ന് പറയുമ്പോൾ ഈ ഓഡിയൻസിൽ മുഴുവൻ ഓഡിയൻസും ഈ പ്രമേയത്തിന് അനുകൂലമായി എഴുന്നേറ്റ് നിന്നു. MC ജോസഫിന് അതൊരു വലിയ ഷോക്കായിപ്പോയി. അദ്ദേഹം ആ മീറ്റിംഗിൽ നിന്ന്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മീറ്റിംഗിൽ തുടർന്നിരിക്കുന്നില്ല, ഈ സംഘടനയിൽ എനിക്ക് താല്പര്യമില്ല, യുക്തിവാദത്തിലെ താല്പര്യമുള്ളൂ എന്ന് അദ്ദേഹം ആ മീറ്റിംഗിൽ ഇറങ്ങിപ്പോവാണ്. അപ്പൊ സംഘടന ആവശ്യമില്ല എന്ന നിലയിൽ ഉറച്ചു പറയുകയും, സംഘടന ഒരു ചട്ടങ്ങളോട് കൂടി ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അതിൽ ഭാഗമാകാൻ പറ്റുകയില്ല, ഞാൻ സംഘടനയിലില്ല എന്ന് പറയുന്ന MC ജോസഫ് ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അദ്ദേഹം പിന്നീട് ഒരിക്കലും യുക്തിവാദ സംഘത്തിൽ അംഗത്വം എടുത്തിട്ടില്ല. അംഗത്വം എടുക്കാതെ യുക്തിവാദം കൊണ്ടുപോകണം എന്നായിരുന്നു. കാരണം അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം, അദ്ദേഹം ഒരു പ്രമുഖനായ ലോയർ ആയിരുന്നു. അദ്ദേഹം അവിടെയുള്ള യാക്കോബായ പള്ളിയുടെ, അദ്ദേഹം യാക്കോബായ സഭക്കാരനായിരുന്നു, യാക്കോബായ പള്ളിയുടെ ഒഫീഷ്യൽ ലോയർ ആയിരുന്നു അദ്ദേഹം. തൃശ്ശൂർ അതിരൂപതയുടെ ഒഫീഷ്യൽ ലോയർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പള്ളിയുടെ കൈക്കാരൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ചില ബന്ധുക്കൾ. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ സാമൂഹ്യ ബന്ധം എന്ന നിലയിൽ അദ്ദേഹം പുലർത്തിക്കൊണ്ട്, അതേസമയം വളരെ വളരെ യുക്തിയുക്തമായ ലേഖനങ്ങൾ എഴുതി, സ്വന്തം മാസികയിൽ മാത്രമല്ല അത് മറ്റു പത്രങ്ങളിലും എഴുതി ആൾക്കാരെ ആകർഷിക്കാനൊക്കെ അദ്ദേഹത്തിന് വലിയ കഴിവുണ്ടായിരുന്നു. അതേസമയം ഏറ്റുമുട്ടൽ സ്വജീവിതത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പള്ളി തന്നെ അടക്കണം എന്ന് എഴുതി വെച്ചിരുന്നു. അങ്ങനെയല്ല അദ്ദേഹം പിന്നീട് ചെയ്തത്. അത് വേറൊരു കഥയാണ്. ഞാനത് എൻ്റെ MC ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറയുന്നുണ്ട് കഥ. മാത്രമല്ല അദ്ദേഹത്തിന്റെ മക്കളെയെല്ലാം, അദ്ദേഹം യുക്തിവാദിയായിരുന്ന ശേഷം യുക്തിവാദി മാസിക നടത്തിക്കൊണ്ടിരുന്ന സമയത്തുണ്ടായ മക്കളെയൊക്കെ അദ്ദേഹം പള്ളിയിൽ മാമോദിസ മുക്കി, ബാപ്റ്റൈസ് ചെയ്തു. അവർക്കൊക്കെ അദ്ദേഹം അവരുടെ മക്കളുടെ ഒക്കെ കല്യാണം അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് പള്ളി വെച്ച് നടത്തി. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്തു പോയെന്നല്ല, അതിനെ ജസ്റ്റിഫൈ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം അനുശാസിക്കുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ.
അവിടെ കലാനാഥൻ വളരെ വ്യക്തമായി തന്നെ യുക്തിവാദം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന നിലപാടിനോടൊപ്പം ഉറച്ചു നിന്ന ഒരാളാണ്. കലാനാഥന്റെ രംഗപ്രവേശം 1969 യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക് കലാനാഥൻ കടന്നു വരുമ്പോൾ അവിടെ ആദർശാത്മകമായ യുക്തിവാദ ജീവിതം എന്ന് പറയുന്ന ആശയത്തോടൊപ്പം തന്നെയാണ് കലാനാഥൻ നിന്നിരുന്നത്. അദ്ദേഹത്തോട് ഇണങ്ങിയും പിണങ്ങിയുമുള്ള ഒരു ദീർഘകാലമായ ബന്ധമാണ് എനിക്കൊക്കെ ഉള്ളത്. പിണങ്ങിയിരിക്കുമ്പോഴും സൗഹൃദം പുലർത്തുകയും കത്തയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബന്ധമാണ്. അപ്പൊ ഈ ദീർഘമായ കാലഘട്ടത്തിൽ ഉടനീളം ഞാൻ കലാനാഥനെ കണ്ടിട്ടുള്ളത് ഈ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത, അദ്ദേഹം പുലർത്തുന്ന ഏത് നിലപാട് പുലർത്തിയാലും അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന കാര്യത്തിൽ കാണിക്കുന്ന സത്യസന്ധത കലാനാഥന്റെ ഏറ്റവും വലിയ മൂല്യങ്ങളിൽ ഒന്നായിട്ട് അടയാളപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ യുക്തിവാദിയായി തന്നെയാണ് ജീവിച്ചത്. അദ്ദേഹം അല്പം വൈകിയാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹം ഒരു മതപരമായ ആചാരങ്ങളുടെയും പിന്നാലെ പോയില്ല. അദ്ദേഹം ഒരു സിവിൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്താണ് കല്യാണം നടത്തിയത്. അദ്ദേഹത്തിന് ഒരു കുട്ടിയാണുള്ളത്. ആ മകനെ അദ്ദേഹം ഒരു മതപരമായ ഇൻഫ്ലുവൻസ് ഇല്ലാതെയാണ് വളർത്തിയെടുത്തത്. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ പൂർണ്ണമായും മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് ആദർശാത്മകമായ ഒരു ജീവിതം നയിക്കാനും കലാനാഥന് കഴിഞ്ഞിരുന്നു. ആ പ്രതിബദ്ധത അദ്ദേഹം അവസാനം വരെ പുലർത്തിയിരുന്നു എന്നുള്ളത് ഓർത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം യുക്തിവാദ സംഘത്തിൽ കടന്നു വരുന്നത്. അത് അവസാനം വരെ അദ്ദേഹം പുലർത്തുകയും ചെയ്തു. അത് വളരെ ബഹുമാനത്തോടുകൂടി മാത്രം സ്മരിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നീട് കലാനാഥൻ 1974 കോട്ടയം സമ്മേളനത്തിൽ, ആ കോട്ടയം സമ്മേളനത്തിൽ ഇടമറുക ഭാരവാഹിത്വമൊന്നും ഏറ്റെടുക്കേണ്ട എന്നൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിന് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. സംഘടന വേണമെന്ന് പറഞ്ഞപ്പോൾ ഇടമറുകിന് സ്ഥാനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ആക്ഷേപം വരരുത്. അതുകൊണ്ട് അദ്ദേഹം എം പ്രഭയെ പ്രൊജക്ട് ചെയ്ത് മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹമാണ് അന്നത്തെ സംഘത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ഇടമറുകാണ്. പക്ഷെ അദ്ദേഹം പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ അങ്ങനത്തെ സ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കാത്ത ഒരു പോക്കാണുള്ളത്. പക്ഷേ ഈ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സമയത്തുള്ള സംഘടന അദ്ദേഹത്തോട് ഔദ്യോഗികമായി ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുക്കുന്നതിനോട് വിയോജിപ്പുള്ള ചില ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ വൻ ഭൂരിപക്ഷം മുഴുവൻ ആൾക്കാരും തന്നെ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. കലാനാഥൻ അതിന് ഇടമറുകിനോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിന് വളരെ ശക്തി കൊടുക്കുകയും ചെയ്ത ഒരാളായിരുന്നു. ആ കാലത്ത് കലാനാഥൻ എഴുതിയ ഒരു കത്ത് ഇടമറുകിന്റെ കത്തുകളുടെ ശേഖരത്തിൽ ഞാൻ പലപ്പോഴും പിന്നീട് കണ്ടിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഇടമറുകിന്റെ കത്തുകൾ അദ്ദേഹത്തിന് ലഭിച്ചതും അദ്ദേഹം അയച്ചതുമായ കത്തുകളുടെ കുറെ കോപ്പികളുണ്ട്. അതൊന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് തന്നെ തോന്നിയിട്ടുള്ള കുറെ കത്തുകളുണ്ട്. അതിനകത്ത് ഇത്തരം ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കാണിച്ച ശക്തിയെക്കുറിച്ചൊക്കെ കലാനാഥൻ വളരെ സ്നേഹമിശ്രണമായ ഭാഷയിൽ എഴുതുന്ന ചില കത്തുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അതൊക്കെ ഇരിക്കട്ടെ. കലാനാഥൻ അന്ന് സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആണോ അതോ ഓർഗനൈസിംഗ് ജോയിന്റ് സെക്രട്ടറി അങ്ങനെ എന്തോ ഒരു ചുമതല, സംസ്ഥാന തലത്തിൽ ചുമതല അദ്ദേഹത്തിന് വരുന്നുണ്ട് ആ സമയത്ത്. അതോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ആ സമ്മേളനത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഉണ്ട്. കാരണം ആ സമ്മേളനത്തിന് തൊട്ട് മുമ്പാണ് റാഷണലിസ്റ്റ് സ്റ്റുഡന്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഞാനന്ന് കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പൊ റാഷണലിസ്റ്റ് സ്റ്റുഡന്റ് മൂവ്മെന്റ് ആ സമ്മേളനത്തിന്റെ വിജയത്തിനായിട്ട് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങളൊരു 13 പേരംഗങ്ങൾ അടങ്ങുന്ന ഒരു കൺവീനേഴ്സ് ഫോറമാണ്. കോട്ടയം സമ്മേളനത്തിന് പിന്നിലെ ഈ യഥാർത്ഥ അധ്വാനം നടത്തിയ ആൾക്കാർ എന്ന് പറയുന്നത്. അത് ചുവരെഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും ക്യാമ്പയിൻ നടത്താനും ആൾക്കാർക്ക് കത്തയക്കാനും ഒക്കെ ഈ ഞങ്ങളുടെ ഒരു വലിയ വോളണ്ടിയർ ടീം അന്നുണ്ടായിരുന്നു. കോട്ടയം സമ്മേളനം വലിയൊരു സമ്മേളനം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. ആ സമ്മേളനത്തിൽ വെച്ച് എം പ്രഭ വീണ്ടും പ്രസിഡന്റ് ആവുന്നു, ഇടമറുക് ജനറൽ സെക്രട്ടറി ആയിട്ട്. പക്ഷേ ദാറ്റ് വാസ് 1974. ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ അടിയന്തരാവസ്ഥ വരികയാണ്. 1975 അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥ വരുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഇടമറുക് യുക്തിവാദി സംഘത്തിന്റെയും ജനറൽ സെക്രട്ടറിയാണ്, മിശ്രവാദ സംഘത്തിന്റെയും ജനറൽ സെക്രട്ടറിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇടമറുകിന് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. ഈ അന്ന് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏക ജേർണലിസ്റ്റാണ് ഇടമറുക്. എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരുന്നു, എത്ര കാലം അടിയന്തരാവസ്ഥ മുന്നോട്ട് പോകേണ്ടി വരുമെന്നൊന്നും യാതൊരു ഐഡിയയുമില്ല. ഞാനൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, തുടർന്ന് പഠിക്കാൻ തന്നെ നിവൃത്തി ഉണ്ടാകുന്ന സ്ഥിതിയല്ല. വീട്ടിലൊക്കെ വരുമാനമൊക്കെ നിലച്ചു. ഞങ്ങൾക്കന്നും പിന്നെ ഫാദറിന് ജോലി ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾക്കൊരു സ്വന്തം പ്രസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു പൊതുപ്രവർത്തനം നടക്കുന്നില്ല, പ്രസ്സിൽ ഒരു അച്ചടി നടക്കുന്നില്ല. അത് നിരന്തരമായി തന്നെ അവിടെ വന്ന് പോലീസ് പരിശോധിക്കലും ഒക്കെ വലിയ ബഹളമാണ് അടിയന്തരാവസ്ഥ കാലത്ത്. അപ്പോൾ എൻ്റെ പഠനം നിന്നു ആ സമയത്ത്. ഞാനപ്പോ എനിക്ക് BA കഴിഞ്ഞിട്ട് MA പോകാൻ പോലും നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം MA പോകണമെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കുന്നത്. ഒന്നുകിൽ അത് തിരുവനന്തപുരത്ത് പോയി പഠിക്കണം. അന്നത്തെ നിലയിൽ സാമ്പത്തികമായിട്ടൊന്നും സാധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നില്ല. കാരണം അന്ന് സാമാന്യം നല്ല വരുമാനമുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം മലയാള മനോരമയിലായിരുന്നു അച്ഛൻ ഫാദർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത്
അന്ന് തന്നെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമാണ്. ഈ പത്രങ്ങളിലെ ജേർണലിസ്റ്റുകൾ കിട്ടുന്ന ശമ്പളം പത്രത്തിന്റെ പ്രചാരം അനുസരിച്ചിട്ടാണ്. അങ്ങനെയാണ് ഒരു നാഷണൽ ജേർണലിസ്റ്റ് സാലറി സ്കെയിൽ ഉള്ളത്. അപ്പൊ പക്ഷെ ആ പണം മുഴുവൻ യുക്തിവാദ വേണ്ടി ചെലവഴിക്കുക, ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സംഘത്തിന് വേണ്ടി ചെലവഴിച്ചു പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് വരുന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം കേരളധ്വനി എന്ന് പറയുന്ന ഒരു ദിനപത്രം കോട്ടയത്തുണ്ട്, അതിന്റെ ചീഫ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ എഡിറ്റർ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പഠനം ഏതാണ്ട് നിന്നു. അപ്പൊ DC ബുക്സിൽ ഞാൻ അതിന്റെ തുടക്കകാലത്ത് ഞാൻ ഒരു 2-3 മാസം അവിടെ ജോലി ചെയ്തു. പിന്നീട് ഇടമറുക് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എൻ്റെ പഠനം പുനരാരംഭിക്കുന്നത്. കാര്യവട്ടത്ത് MA പോയി ലേറ്റ് ആയിട്ട് പോയി ചേരുന്നുണ്ട്. അപ്പൊ അത് വ്യക്തിപരമായ ഒരു വിഷയമാണെങ്കിൽ പോലും ഇടമറുക് ജയിലിലായിരിക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ സ്മരണയോട് ബന്ധിപ്പിച്ച് എനിക്ക് കലാനാഥനെ കാണാൻ പറ്റുന്നുള്ളൂ. വളരെ സ്നേഹമസൃണമായ കത്തുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കുകയും അതിന് വലിയൊരു ഇമോഷണൽ സപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്ത ഒരാളാണ് കലാനാഥൻ. അന്ന് ഇടമറുകിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നൊരു ഒരു ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. MA ജോൺ അധ്യക്ഷനായിട്ട് കലാനാഥനും MBKയും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു അടിയന്തരമായ ഫിനാൻഷ്യൽ സപ്പോർട്ടോ ലീഗൽ സപ്പോർട്ടോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലും കലാനാഥൻ അംഗമായിരുന്നു അന്ന്. അപ്പൊ കലാനാഥനോട് കുറെ കൂടി ഒരു അടുത്ത ബന്ധം നമുക്ക് ആ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പം ജയിലിൽ നിന്ന് ഇടമറുക് വന്നു കഴിഞ്ഞിട്ട് 1976 എറണാകുളത്ത് വെച്ച് ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന് മുമ്പായിട്ട് ഇടമറുക് ഒരു പ്രധാനപ്പെട്ട തീരുമാനം ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞിരുന്നു. കാരണം കേരളത്തിലെ സാഹചര്യത്തിൽ രണ്ട് തവണയായി അറസ്റ്റ്, നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്നു, പ്രസ് പോലീസ് എടുത്തുകൊണ്ട് പോയി. അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഗമമല്ല. കുറെ കൂടി ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് അദ്ദേഹം കുറെ കാലമായി കരുതുന്ന ഒരു സംഗതിയാണ്. എൻ്റെ മാസ്റ്റേഴ്സ് പരീക്ഷ കഴിയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കണം, അതേ തുടർന്നിട്ട് വി ഷുഡ് മൂവ് ഔട്ട് ടു കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി പോയി ചേരണം, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ചേരണം എന്നൊക്കെയാണ് സങ്കല്പം. അപ്പൊ അതിനുവേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടമറുക് മീറ്റിംഗിൽ വെച്ച് അനൗൺസ് ചെയ്തു അദ്ദേഹം സംസ്ഥാന എന്നുള്ള എല്ലാ ഭാരവാഹിത്വം ഒഴിയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹീസ് മൂവിങ് ഓവർ ടു ഡൽഹി എന്ന മീറ്റിംഗിൽ അനൗൺസ് ചെയ്തു. ആ മീറ്റിംഗിൽ വെച്ച് പുതിയ ആരാണ് ഭാരവാഹികളാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അന്ന് ഇടമറുക് പോകുന്നു എന്ന് പറയുമ്പോൾ ഹൂ വുഡ് ബി ലീഡിങ് ദി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വലിയ ഗൗരവമായ ഒരു ചോദ്യമാണ്. രണ്ടുപേര് പ്രധാനമായിട്ടും അതിന്റെ നേതൃസ്ഥാനത്തേക്ക് താല്പര്യപ്പെട്ടു വന്ന രണ്ടുപേര്, അത് വെൽ നോൺ തിങ്. ഒന്ന് പവനനായിരുന്നു. പവനൻ ഒരു ദീർഘകാല യുക്തിവാദിയാണ്. അദ്ദേഹം മദ്രാസിലായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാഷണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം CPIയുടെ പ്രവർത്തകനാണ്. മദ്രാസിൽ സോവിയറ്റ് കോൺസുലേറ്റിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. അപ്പോൾ പവനൻ ഒരു യുക്തിവാദ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിക്കൊള്ളാൻ പ്രത്യേകിച്ച് ഇടമറുക് പോകുമ്പോൾ ഇടമറുകിന്റെ അടുത്ത സുഹൃത്തുമാണ്, വളരെ വളരെ അടുത്ത സുഹൃത്താണ് പവനൻ. അപ്പൊ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം പറയുകയും ചെയ്തിരുന്നു. ഇതേ താല്പര്യം കാണിച്ച മറ്റൊരാളായിരുന്നു MA ജോൺ. MA ജോൺ അന്ന് കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് പരിവർത്തനവാദി കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഘടന നടത്തുകയാണ്. അപ്പം ഈ രണ്ടു കൂട്ടരും അന്ന് യുക്തിവാദി സംഘത്തിന്റെ നേതൃത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഉൽപ്പതിഷ്ണുക്കളായ വലിയൊരു സംഘം ചെറുപ്പക്കാരുടെ നേതാവായി തീരുകയാണ്. അപ്പൊ രണ്ടു കൂട്ടരും ആ കാര്യത്തിൽ താല്പര്യം കാണിച്ചിരുന്നു. രണ്ടു കൂട്ടരും അതിനുവേണ്ടി അവരുടെ സപ്പോർട്ടേഴ്സിനെ ഈ മീറ്റിംഗിലേക്ക് കൊണ്ടുവരികയാണ്. ബസ്സിലൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോലെയായിരുന്നു ആ മീറ്റിംഗ് പറയുന്നത്. അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആയി. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അവദാനങ്ങൾ പറയുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരു സുഖമല്ലാത്തൊരു അന്തരീക്ഷമായി. എന്നുവെച്ചാൽ ഫ്രണ്ട്ലിയാണ് എങ്കിൽ പോലും ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ ആയി. അപ്പൊ അങ്ങനെ വന്നപ്പോ പ്രഭ അന്നത്തെ പ്രസിഡന്റ്, അദ്ദേഹം ഇടമറുക് സ്ഥാനം ഒഴിയുകയാണെങ്കിൽ പ്രഭയും സ്ഥാനം ഒഴിയുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പ്രഭ ഒരു പ്രപ്പോസൽ വെച്ചു. ആരായിരിക്കണം പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന് നിശ്ചയിക്കാനായിട്ട് നമുക്ക് ഇടമറുകിനെ ഓതറൈസ് ചെയ്യാം. അപ്പൊ അദ്ദേഹം ആലോചിച്ച് മറ്റു സുഹൃത്തുക്കളുമായിട്ട് ആലോചിച്ചിട്ട് ഹി വിൽ ഡിക്ലെയർ ഇറ്റ് ടുമോറോ എന്ന് പ്രഭ അനൗൺസ് ചെയ്തു. എല്ലാവരും കൈയടിച്ചത് അംഗീകരിച്ചു. അതൊരു ദിവസത്തെ മീറ്റിംഗ് അവസാനിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അപ്പൊ ആ സമ്മേളനം, ആ സായാഹ്നം വളരെ വളരെ സജീവമായ ഒരു സായാഹ്നമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ആരൊക്കെ ആയിരിക്കണം ഭാരവാഹികൾ എന്നുള്ള വലിയ തിരക്കിട്ട ചർച്ചകളാണ് ഇടമറുകിന്റെ ഈ ഹോട്ടൽ റൂമിനകത്താകെ നടക്കുന്നത്. പല ആൾക്കാരും വരുന്നു, ചർച്ച ചെയ്യുന്നു, പല പ്രപ്പോസൽസ് വരുന്നു. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പവനൻ വന്നാൽ കോൺഗ്രസിനോട് അനുഭവമുള്ള ആൾക്കാരെല്ലാം പോകും. MA ജോൺ വന്നാൽ പവനനോട് അടുപ്പമുള്ള CPIയോട് അനുഭവമുള്ള ആൾക്കാരെല്ലാം പോകും. ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് ഒരു ന്യൂട്രൽ ആയിട്ടൊരാളെ കണ്ടെത്തണം എന്ന് പറഞ്ഞ ഒരു ധാരണയിൽ ഇവരെത്തിച്ചേരുകയാണ്. അന്നത്തെ
ഈ പ്രധാന ലീഡർഷിപ്പുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ടാണ് ഇടമറ ഇത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട പ്രപ്പോസൽ, താരതമ്യേന ന്യൂട്രൽ ആയിട്ടുള്ള ഒരാൾ, അക്കാദമിക് മേഖലയിൽ നിന്നുള്ള ഒരാളെ നമുക്ക് പ്രസിഡന്റായിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ മലയാളത്തിന്റെ പ്രൊഫസർ, കാര്യവട്ടത്തെ മലയാളം പ്രൊഫസർ ഡോക്ടർ പി വേലായുധൻപിള്ളയെ പ്രസിഡന്റായിട്ട് കൊണ്ടുവരും. അദ്ദേഹം ഒരു മിശ്രവാഹിതനാണ്, കുറ്റിപ്പുഴയുടെ ശിഷ്യനാണ്. അങ്ങനെ ഒരു ദീർഘകാലത്തെ യുക്തിവാദ പാരമ്പര്യമുണ്ട്, അക്കാദമിക്കാണ്, സ്കോളർലിയാണ്. അപ്പൊ അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് കൊണ്ടുവരിക. ഇപ്പൊ ഈ രണ്ടു കൂട്ടരെയും, എം.എ. ജോണിനെയും പവനെയും വൈസ് പ്രസിഡന്റുമാരാക്കുക എന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഒരു വേണ്ട ചുറുചുറുക്കുള്ള ഒരു നല്ല ജനറൽ സെക്രട്ടറി വേണം. അതേക്കുറിച്ച് ഇടമറ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ 3-4 പേര് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഒരാൾ ഗംഗൻ അഴീക്കോടാണ്, ഇപ്പോഴത്തെ കേരള യുക്തിവാദ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഗംഗൻ അഴീക്കോട് അന്ന് കണ്ണൂരിലെ യുക്തിവാദ സംഘത്തിന്റെ സെക്രട്ടറിയാണ്. ഗംഗൻ അഴീക്കോട്, അതുപോലെ തന്നെ യു കലാനാഥൻ, ഇങ്ങനെ 2-3 പേരുടെ പേരുകൾ ചർച്ച വരുന്നു. അവസാനം യു കലാനാഥനെ സീറോയിൻ ചെയ്യുന്നു. ഇടമറുകിന്റെ മുറിയിൽ ഉള്ള നടക്കുന്ന ചർച്ചയാണ്. അപ്പൊ ഞങ്ങളൊക്കെ കുട്ടികളാണ്. അപ്പം കുട്ടികൾ എന്ന് പറയാൻ മേല, എം.എ. സ്റ്റുഡന്റ് ആണ് ഞാനെന്ന്. ആ സമയത്ത് എം.എ. കഴിയുന്നു ആ സമയമാണ്. ഞാനും ഉണ്ട് അന്ന്. കെ.വി. മോഹനൻ, ഞാനത് ഓർക്കാനൊരു കാരണം, ഈ ചർച്ചകളിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അന്നത്തെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരാളുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി തന്നെ എൻ്റെ കൂടെ ഈ കോൺഫറൻസിന് വന്ന ഒരു സുഹൃത്തുണ്ട്, കെ.വി. മോഹനൻ. അന്ന് ജിയോളജിക്ക് പഠിക്കുകയാണ് മോഹൻ ഇപ്പോ അദ്ദേഹം ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെ വളരെ ഉയർന്ന പദവികളൊക്കെ വെച്ച് ഇപ്പൊ കോഴിക്കോട് അദ്ദേഹം ഒരു ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ആർ.കെ. മലയത്തിന്റെ സഹോദരിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത്, യുക്തിവാദിയാണ്. അപ്പൊ ഞാനും മോഹനുമാണ് അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അപ്പൊ ഞാനും മോഹനും ഞങ്ങളോടാണ് പറയുന്നത്, കലാനാഥനെ ഒന്ന് അദ്ദേഹത്തിന്റെ മുറി ചെന്നിട്ട് ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അപ്പൊ ഞാനും മോഹനും കൂടെ പോയിട്ട് കലാനാഥനെ വിളിച്ചിട്ട് കൊണ്ടുവരുന്നു. കലാനാഥൻ ആയിട്ട് സംസാരിക്കും. ഞങ്ങളൊക്കെ കേൾവിക്കാരായിട്ട്, ഒത്തിരി പേരുടെ മുറിയിൽ കേൾവിക്കാരായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ കലാനാഥനോട് ഇടമറുക് പറയാണ്, സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ചെറുപ്പക്കാരനായ ഒരു നിങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരാളാണ്, ഉൽപ്പതിഷ്ണുവാണ്, ആദർശവാദിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കണം ജനറൽ സെക്രട്ടറി ആയിട്ട്. അപ്പൊ കലാനാഥൻ പറഞ്ഞ മറുപടി വളരെ ഇതാണ്, അയ്യോ ഞാൻ അത്രയും, എനിക്ക് അതിനോട് പ്രായമായിട്ടില്ല, കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും ഏറ്റെടുക്കല്ലേ നല്ലത്. വളരെ വിനയത്തോടുകൂടി കലാനാഥൻ പിന്മാറുകയാണ്. അപ്പൊ കലാനാഥനെ പെർസ്യൂ ചെയ്ത് ഏതാണ്ട് നിർബന്ധിച്ചിട്ടെന്നോണം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അത് ഏൽപ്പിക്കുന്നത് ഇടമറുകാണ് പ്രധാനമായിട്ട് ജോലി വഹിക്കുന്നത്. പക്ഷെ അതിനകത്ത് കൂട്ടത്തിൽ എം പ്രഭയും എം.ബി.കെയും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒപ്പം തന്നെ അന്ന് പവനെയും എം.എ. ജോണിനെയും കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. വളരെ കോൺസെൻസസ് ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ്. ഇപ്പൊ കലാനാഥൻ എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് സമ്മതിക്കുന്നു. പിറ്റേ ദിവസം രാവിലത്തെ മീറ്റിംഗിൽ ഇടമറുക് ഇത് പ്രപ്പോസ് ചെയ്യുന്നു. ഒരു എതിർപ്പും ഉണ്ടാവാതെ എല്ലാവരും അത് കൈയടിച്ച് അംഗീകരിച്ചു. അപ്പൊ അതിനുശേഷം 3 മാസത്തിനകം ഞങ്ങളൊക്കെ ഡൽഹിക്ക് മൂവ് ചെയ്യാണ്. കലാനാഥൻ അങ്ങനെയാണ് ഈ കേരള യുക്തിവാദ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 1976 ഏറ്റെടുക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ കലാനാഥൻ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ അവസാനം, അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന കാലം വരെ യുക്തിവാദ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഈ കാലഘട്ടത്തിൽ ആശയപരമായ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഒരേ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ആൾക്കാർ ഞങ്ങൾ പല ചേരികളിലേക്ക് മാറുന്നുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും പരസ്പര ബഹുമാനം പുലർത്തിക്കൊണ്ടും പരസ്പരം അവരുടെ പ്രവർത്തനങ്ങളെ പരസ്പരം നമ്മൾ സപ്പോർട്ട് ചെയ്തും എഴുതുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബന്ധം തന്നെ പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ നമ്മൾ അധികം കാണാത്ത ചില ഭാഗങ്ങളുണ്ട്. 1976 കലാനാഥൻ യുക്തിവാദ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആക്കുന്നു. തൊട്ടടുത്ത വർഷം കലാനാഥന് പാർട്ടി ഒരു ചുമതല കൊടുക്കുകയാണ്. അദ്ദേഹം പാർട്ടിക്കാരനാണ്. പക്ഷെ അന്ന് ഒരു സംഭാഷണത്തിനകത്ത് ഒരു ഭാഗമുണ്ട്, ഈ കലാനാഥൻ CPM-നോട് ബന്ധമുണ്ടെന്നറിയാം. പക്ഷെ നമ്മളെപ്പോഴും എടുത്തിരുന്ന ഒരു നിലപാട്, ഏത് പാർട്ടിയുള്ള ആൾക്കും യുക്തിവാദ സംഘത്തിൽ വരാം, അവരുടെ പാർട്ടി പരിപാടികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ഇപ്പോഴും പുലർത്തുന്ന നിലപാട് അങ്ങനെയാണ്. മാർക്സിസത്തോട് സൈദ്ധാന്തികമായി, പ്രത്യേകിച്ച് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തോടൊക്കെ സൈദ്ധാന്തികമായ വിയോജിപ്പ് നടക്കുമ്പോൾ തന്നെ അതേസമയം തന്നെ ഇവിടെ ഏത് പാർട്ടിയിലുള്ള ആൾക്കാർക്കും, ഏത് പാർട്ടിയോട് താല്പര്യമുള്ള ആൾക്കാർക്കും യുക്തിവാദ സംഘത്തിൽ വരാം. കാരണം യുക്തിവാദ സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഈ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ പ്രവർത്തനവും ഇതിനകത്ത് കൊണ്ട് നടത്തരുത്. ഇത് യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ വാതിലിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിയില്ല. അതായിരുന്നു എക്കാലത്തെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു മാർക്സിസ്റ്റ് ആയിരുന്ന കലാനാഥൻ അദ്ദേഹത്തിന്റെ പാർട്ടി ബന്ധങ്ങൾക്ക് അതീതമായി യുക്തിവാദ പ്രസ്ഥാനം
കൊണ്ടുപോകാൻ പറ്റും, അത് പറ്റണം എന്നൊരു ഉറപ്പുണ്ടാകണം കലാനാഥൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്ന് കലാനാഥൻ അന്ന് പറയുകയും ചെയ്തു. പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നത് കലാനാഥനെ പാർട്ടി, ഈ ലോക്കലായിട്ട് പാർട്ടി ചില ചുമതലകൾ കൊടുക്കുകയാണ്. ആ ചുമതലകൾ കലാനാഥൻ അതും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഒരു 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 കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടത്ത് വരുന്നുണ്ട്. അവിടെ കലാനാഥൻ എടുത്ത തീരുമാനങ്ങളാണ് അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനം നമുക്ക് കൊടുക്കാൻ തോന്നുന്നത്. അവിടെ ഓർക്കേണ്ട ഒരു സംഗതി, 1978 അദ്ദേഹത്തെ പാർട്ടി ചില ചുമതലകൾ, അദ്ദേഹത്തോട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുന്നു. ഇങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. 1979 വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 1979 പാലക്കാട് വെച്ചൊരു സമ്മേളനം നടക്കുന്നുണ്ട്. ഈ പാലക്കാട് സമ്മേളനത്തിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് കലാനാഥനാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അല്ല അത് ചെയ്തത്, യഥാർത്ഥത്തിൽ അദ്ദേഹം അല്ല അത് ശരിക്കും ഡ്രാഫ്റ്റ് ചെയ്തത്. അത് ഡ്രാഫ്റ്റ് ചെയ്ത് പി ഗോവിന്ദപിള്ളയാണ്. കലാനാഥൻ ഇത് നന്നായിട്ട് തോന്നി. കാരണം കലാനാഥൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. അതുവരെ അങ്ങനെ ഒരു പ്രശ്നം യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ചർച്ചാവേദി വന്നിട്ടില്ല. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ശരിയായ മാർഗം. അതിനപ്പുറത്തുള്ള ഒരു മാർഗമില്ല. ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഒരു ഫ്രെയിമിനകത്താണ് നിൽക്കുന്നത് എന്നാണ് കലാനാഥൻ ധരിക്കുന്നത്. അദ്ദേഹത്തോട് പി ഗോവിന്ദപിള്ള സജസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. കേരള യുക്തിവാദ സംഘം ഒരു നയപ്രഖ്യാപന രേഖ ഉണ്ടാക്കുന്നു. ആ നയപ്രഖ്യാപന രേഖയ്ക്കകത്ത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രപഞ്ച വീക്ഷണം അംഗീകരിക്കുകയാണ്, അതിന്റെ സാക്ഷാത്കാരമാണ് യുക്തിവാദികളുടെ ലക്ഷ്യം എന്ന അർത്ഥം വരുന്ന കൃത്യമായ വാചകമല്ല, ഒരു വാചകം കൂട്ടിച്ചേർത്ത് ഒരു പ്രമേയം പാസാക്കി. ആ സമ്മേളനത്തിൽ ഇടമറുക തുടങ്ങിയവരാരും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ അന്ന് വളരെ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ഒരു സമയമാണ്. 1977 ഡൽഹിയിലേക്ക് മൂവ് ചെയ്തു. ഈ സമ്മേളനത്തിന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുമില്ല. അന്ന് റിപ്പോർട്ടിലൊന്നും ഇത് വന്നിട്ടുമില്ല. പക്ഷെ ഇത് പിന്നീട് ആരുടെയും ശ്രദ്ധയെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു സാധനം അച്ചടിച്ചു പോലും ഇറക്കുന്നത് പിന്നീടാണ്. 1980 ഒക്കെ ആകുമ്പോഴാണ്, 81 ഒക്കെ ആകുമ്പോഴാണ് ഈ നയപ്രഖ്യാപന രേഖ അച്ചടിക്കുന്നത്. ആദ്യം അതിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞപ്പോൾ 1981 എന്നൊക്കെ പറയുന്ന പീരീഡിൽ അന്ന് ദേശീയ അടിസ്ഥാനത്തിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്. അന്ന് ഇടമറുകൻ ഡൽഹി യുക്തിവാദ സംഘത്തിന്റെ പ്രസിഡന്റായി. അന്ന് ദേശീയ യുക്തിവാദ പ്രസ്ഥാനത്തിൽ ചില ഘടനാപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു ശ്രമം അന്ന് കേരളത്തിലെ യുക്തിവാദ സംഘം, ആന്ധ്രയിലെ യുക്തിവാദ സംഘം, ഡൽഹിയിലെ യുക്തിവാദ സംഘം, ഇങ്ങനെ മധ്യപ്രദേശിലെ യുക്തിവാദ സംഘം, ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കുന്ന ഒരു കാലമാണത്. 1979 ഈ പ്രമേയം പാസ്സാക്കുന്നുണ്ട്. 1980 മുംബൈയിൽ വെച്ച് ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ ദേശീയ സമ്മേളനം നടക്കുന്നു. ഇപ്പൊ കലാനാഥനുണ്ട്, പത്മനാഭൻ പള്ളത്തുണ്ട്, നമ്മുടെ ബാലകൃഷ്ണൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ധനുവച്ചപുരം സുകുമാരനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതായാലും കലാനാഥനും പിന്നെ ബാലകൃഷ്ണനും പത്മനാഭൻ പള്ളത്തെല്ലാം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഈ സമ്മേളനത്തിൽ വെച്ച് അന്നൊരു വേറൊരു പ്രധാനപ്പെട്ട ഒരു ദേശീയാടിസ്ഥാനത്തിൽ ഒരു ഘടനാപരമായ പ്രശ്നമുണ്ട്. അന്നത്തെ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷൻ ഒരു മോറോർ ലൈക്ക് ഒരു അക്കാദമിക് ഓർഗനൈസേഷന്റെ സ്വഭാവത്തിലാണ്. അതിനൊരു ബഹുജന അടിത്തറ ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് ഇതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ആളാണ്. ഞങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 1980 ഈ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ ഘടനയ്ക്ക് ചില മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം ഞങ്ങൾ കുറെ പേര് കൂടി കൊണ്ടുവരുന്നു. അപ്പം ആ കൊണ്ടുവരുമ്പോൾ അത് വളരെ സജീവമായ ചർച്ചാ വിഷയമാണ്. പക്ഷെ ആ സമ്മേളനം ഞങ്ങളുടെ നിർദ്ദേശം അംഗീകരിക്കുകയാണ്. പക്ഷെ ഒറ്റ ചോദ്യമുള്ളൂ, ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ബദൽ സ്ട്രക്ചറൽ സംഭവം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കാൻ പറ്റുമോ, അത് പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വലിയ ചലഞ്ചായിട്ട് മാറുകയാണ്. അപ്പോൾ അതിനകത്ത് ആ സമ്മേളനം 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരു രാത്രി, അടുത്ത ദിവസം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ചുമതലക്കാരൻ MP രാമമൂർത്തി അതിന്റെ ചെയർമാനായിട്ടും പവനനും ഞാനും അതിനകത്ത് അംഗങ്ങളുമായിട്ട് ഒരു 3 അംഗ കമ്മിറ്റിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കലാനാഥനോട് കൂടെ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വേണ്ട, പവനുണ്ടല്ലോ അത് മതി എന്ന് പറയുന്നു. ഞാനും പിന്നെ ഭവനനും MP രാമമൂർത്തിയും കൂടെ രാത്രി മുഴുവൻ ഇരുന്ന് വെളുപ്പിന് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നു. വീണ്ടും ഒരു കട്ടൻ കാപ്പി കുടിച്ച് 2 മണിക്കൂർ ഉറങ്ങിയിട്ട് വീണ്ടും സമ്മേളനത്തിനെത്താൻ ഞങ്ങൾ എത്തുന്നു. പിറ്റേ ദിവസം ഈ ചർച്ചയിൽ വരുമ്പോൾ അന്ന് കേരളത്തിലെ യുക്തിവാദ സംഘം
കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ആന്ധ്ര യുക്തിവാസംഘം സപ്പോർട്ട് ചെയ്യുന്നു, മധ്യപ്രദേശ് യുക്തിവാസം സപ്പോർട്ട് ചെയ്യുന്നു, ഡൽഹി യുക്തിവാസംഘം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഭരണഘടന നിലവിൽ വന്നു. ഇതിനകത്ത് ഡയറക്റ്റ് മെമ്പർഷിപ്പ് എന്നുള്ള അന്നുണ്ടായിരുന്ന ഒരു ഘടന എന്ന് പറയുന്നത് ഈ ഏത് പ്രാദേശിക ഗ്രൂപ്പിനും ഒരു മെമ്പർഷിപ്പ്, അംഗത്തിന് ഒരു വോട്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചറാണ്. അത് മാറ്റിയിട്ട് ഡയറക്റ്റ് മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഒരു വലിയ മാറ്റം അന്ന് ആവശ്യമായിരുന്ന ഒരു സംഗതിയാണ്. അന്ന് കേരള യുക്തിവാസംഘവും ഡൽഹി യുക്തിവാസംഘവും ഒക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാണ് ആ മാറ്റം സാധ്യതമാക്കിയത് 1980s. പക്ഷെ അവിടെ ആ സമയത്ത് കേരളത്തിലുണ്ടായ ഈ മാറ്റം ശ്രദ്ധയിൽ വരുന്നേ ഇല്ല, ആരും ചർച്ച ചെയ്യുന്നില്ല. ഇവരെല്ലാം വരുന്നു, സമ്മേളനത്തിൽ പവനുണ്ട്, കലാനാഥനുണ്ട്, എല്ലാവരും ഉണ്ട്, ചർച്ചയിൽ വരുന്നില്ല. അപ്പോഴൊന്നും ഈ ഈ സംഭവം ഒരു പൊതു ചർച്ചയിലോ ഒന്നും വരുന്നേയില്ല. അപ്പൊ 1983 കലാനാഥൻ കേരളത്തിലെ യുക്തിവാസംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം എല്ലാ ജില്ലയിലും, അത് പറയാതിരിക്കാൻ വയ്യ, കലാനാഥൻ ഇടമറുക് പോയപ്പോഴുണ്ടായ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ലേഖനങ്ങൾ എഴുതുക മാത്രമല്ല, ഓടി നടന്ന് എല്ലായിടത്തും എത്തും. അത് ഓഫീസ് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ജോലി കഴിഞ്ഞാൽ നേരെ മീറ്റിങ്ങുകളിലേക്കാണ് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുള്ളൂ. അങ്ങനെ ഫുൾ ടൈം ഈ ജോലിയും ഈ യുക്തിവാസംഘം പ്രവർത്തനവും എഴുത്തും ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അതുപോലെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് കലാനാഥൻ. വളരെ കൃത്യമായിട്ടും എഫിഷ്യന്റ് ആയിട്ടും അത് ചെയ്ത ഒരാളാണ്. അപ്പൊ ആ യുക്തിവാസംഘത്തിന്റെ ആ ഇടമറിന്റെ അഭാവം ഒട്ടും ബാധിക്കാതെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ കലാനാഥന് ഒരു വളരെ വലിയ പങ്കുണ്ട് അതിനകത്ത്. അതേസമയം തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു ഈ മാർക്സിസ്റ്റ് ലൈനിലേക്ക്, CPM ലൈനിലേക്ക്, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യാത്മക പൗരത്വ ലൈനിലേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു കരട് ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് ഒരു ചർച്ചാ വിഷയമാകുന്നില്ല, ഒരു ഡിസ്കഷനിലേക്കൊന്നും വരുന്നില്ല. അവിടെയാണ് കലാനാഥന്റെ ഈ ഇന്റഗ്രിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. 1982 ഖുറാൻ ഒരു വിമർശന പഠനം എന്ന് പറയുന്ന ഇടമറയുടെ പുസ്തകം ഇറങ്ങുന്നു. ഇന്ത്യൻ ഏതീസ് പബ്ലിഷേഴ്സ് 81 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യൻ ഏതീസ് പബ്ലിഷേഴ്സ് ആരംഭിക്കുന്നു. അതിന്റെ ആദ്യത്തെ പുസ്തകമായിട്ട് ക്രിസ്തു വിഷ്ണു ജീവിച്ചിരുന്നില്ല വരുന്നു. രണ്ടാമത്തെ പുസ്തകമാണ് ഖുറാൻ വിമർശന പഠനം. അതുണ്ടാക്കിയ കോളുകളൊക്കെ വളരെ വളരെ വലുതായിരുന്നു. പലയിടത്തും ഇടമറിന്റെ ജീവന് തന്നെ അപായം ഉണ്ടാകുന്നു എന്ന സ്ഥിതിയുണ്ട്. അപ്പൊ കലാനാഥനൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് പോലും അപായം ഉണ്ടാകുന്ന സംശയമുണ്ട്, നിങ്ങൾ ഇപ്പോൾ അത് എഴുതാൻ പാടില്ലായിരുന്നു, അത് അപകടകരമാണ്, അത് ബുദ്ധിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കലാനാഥന്റെ കത്തുകളൊക്കെ ഉണ്ട് അന്നത്തെ. അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് യുക്തിവാസംഘത്തിന് തന്നെ ഒരു മുൻ ദേശീയ പ്രസിഡന്റ് YA ലോഖണ്ഡ്വാല എന്ന് പറഞ്ഞിട്ടാണ് മുംബൈയിലെ. അപ്പൊ അദ്ദേഹം ഈ മുസ്ലിങ്ങളുടെ ബൊഹ്റ കമ്മ്യൂണിറ്റി എന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ഭയമായി, ഇതുമൂലം അപകടം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പുസ്തകത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കി. അദ്ദേഹം എഴുതി, അപ്പം ഇത് പേടിയായിട്ടാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന പേടിയായതുകൊണ്ട് ഞാൻ ഇതിനെ ഡിനൗൺസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, പ്രകോപനപരമാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അങ്ങനെ പറയുന്നുണ്ട്. കലാനാഥനും അങ്ങനെ ഒരു സ്റ്റാൻഡാണ് എടുത്തത്. പക്ഷേ ഈ പുസ്തകത്തിന് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അന്നെടുത്ത ഒരു നിലപാട്, ഇതിനെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാൻ ആയുധങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ അക്രമത്തിന്റെ ഭാഷ പറയുന്നത്. മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയൂ എന്ന് പറഞ്ഞു. AO അബ്ദുറഹ്മാനൊക്കെ അതിന് മറുപടി എഴുതി, ഇടമറുക് വിമർശിച്ച ഇസ്ലാം. അത് കൂടുതലും ഹദീസുകളെ ആണ് ആധാരമാക്കിയിട്ടത്. എന്നാൽ യഥാർത്ഥ ഇസ്ലാം അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ഒരു വൈറ്റ് വാഷ് ചെയ്യുന്ന നിലപാടാണ്. 10-12 പുസ്തകം ഇറങ്ങിയെന്നാകുന്നത്. അതിനൊക്കെ മറുപടിയായിട്ട് ഇടമറുക് വേറെ മറുപടി എഴുതുന്നു. അങ്ങനെ പൊതുവെ ഈ പുസ്തകത്തിന് സ്വീകാര്യത വർദ്ധിച്ചു. അതിന്റെ ഒരു ഭയം ഉണ്ടാകുന്ന അന്തരീക്ഷം മാറി. മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന CH മുഹമ്മദ് കോയ അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഇത് നിരോധിക്കണം എന്ന് പറയുന്നു. ഇടമറുകിന്റെ കോലം കത്തിക്കുന്നു, പലയിടത്തും പ്രകടനങ്ങൾ നടക്കുന്നു. അങ്ങനെ വലിയ ബഹളമാണ് പലയിടത്തും മലപ്പുറത്തൊക്കെ. അപ്പൊ അന്ന് CH മുഹമ്മദ് കോയ ഈ പുസ്തകം നിരോധിക്കേണ്ടതില്ല എന്നൊരു ഓപ്പൺ സ്റ്റാൻഡ് എടുത്തു. അത് ഇടമറുകിന്റെ സുഹൃത്തായിരുന്നുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഒരു വളരെ നല്ലൊരു നിലപാടാണെന്ന് എടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇടമറുക് ആദ്യം വിമർശിക്കാൻ തുടങ്ങിയത് അദ്ദേഹം ജനിച്ച മതത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു പരമത വിദ്വേഷം ഇതിനകത്തില്ല. അദ്ദേഹം ഹിന്ദുമതത്തെ വിമർശിച്ചിട്ടുണ്ട്. നമ്മളെ വിമർശിക്കുമ്പോൾ മാത്രം നമ്മൾ ഇങ്ങനെ ബഹളം കാണിക്കേണ്ട കാര്യമില്ല, മറുപടി എഴുതുകയാണ് വേണ്ടത് എന്നൊരു സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തത്. ഈ പുസ്തകം നിരോധിക്കണം എന്ന് പറഞ്ഞ് അന്ന് പ്രസിഡന്റിനെ കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് CH മുഹമ്മദ് കോയ പറയുകയും ഇടമറുകിന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് ഇടമറുക് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ പുതിയ പതിപ്പിൽ ആ CH മുഹമ്മദ് കോയയുടെ ആ പങ്ക് എടുത്ത് പറയുന്നുണ്ട് അതിന്റെ ആമുഖത്തിൽ. അതിരിക്കട്ടെ, കലാനാഥനെ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ധർമ്മസങ്കടമുണ്ട്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം ഒരു വശത്ത് യുക്തിവാദി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആ നാട്ടിൽ ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പഞ്ചായത്തിലെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ട് വരുന്ന ഒരാളാണ്.
അദ്ദേഹത്തെ ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പഞ്ചായത്തിലെ അംഗമാണ് അദ്ദേഹം, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പം അദ്ദേഹം പാർട്ടിയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതാണ്. അത് ഒരു അസുഖകരമായിട്ട് അന്ന് ഇക്തിവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പൊതുവെ തന്നെ തോന്നിയത്. കാരണം ഇക്തിവാ സംഘത്തിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി അഫിലിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിയുമായി ബന്ധിപ്പിക്കുന്നതിന് തുല്യമായി തീരും. രണ്ടിലൊന്ന് നമുക്കൊന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു നിലപാട് ഇടമറുക അന്ന് പിന്നെ കലാനാഥൻ എഴുതുന്നുണ്ട്. താങ്കളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഈ രണ്ടിലൊന്ന് ഒരു 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 നമ്മൾ സജീവ നേതൃത്വം വഹിക്കുമ്പോൾ ഈ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും. അത് താങ്കൾ യുക്തമായിട്ട് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടമറുക എഴുതുന്നുണ്ട്. അത് അങ്ങനെയല്ല, രണ്ടും കൂടി കൊണ്ടുപോകണം എനിക്ക് താല്പര്യം എന്ന് കലാനാഥന്റെ മറുപടിയുണ്ട്. അദ്ദേഹം അതിന് വഴങ്ങുകയല്ല, അതിന് അദ്ദേഹം അത് അങ്ങനെയല്ല, രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അന്ന് കേരളത്തിലെ സംഘടന ഒന്നാണ് അപ്പോഴും. ഇപ്പൊ 1984 ആകുമ്പോഴേക്കും ഇത് അഗ്രവേറ്റ് ചെയ്യാണ്. അഗ്രവേറ്റ് ചെയ്യുന്നത് കേരളവുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ. അതിനകത്ത് കലാനാഥൻ അതിനകത്ത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ റോളില്ല. അത് ഇ എം എസും ഇടമറുകും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതിനകത്ത് ഭാഗികമായിട്ട് പവനുണ്ട്. ഇ എം എസ് എടുത്തൊരു നിലപാട്, യുക്തിവാദികളുടെ ഈ സമരം, അന്ന് യുക്തിവാദ പ്രസ്ഥാനം വീണ്ടും അതിശക്തമായിട്ട് വീണ്ടും മുന്നോട്ട് കയറുകയാണ് അല്ലെ, ദേശീയാടിസ്ഥാനത്തിലൊക്കെ സ്ട്രക്ചേർഡായി കഴിഞ്ഞു. അപ്പോൾ യുക്തിവാദത്തിന്റെ ഈ പ്രവർത്തനം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതൊരു മേൽക്കൂരയാണ്. അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥിതിയാണ്. നോക്കൂ, അതൊരു ആർഗ്യുമെന്റ് ആണ്, ഒരു മാർക്സിസ്റ്റ് ആർഗ്യുമെന്റ് അങ്ങനെയാണ്. നിയമം, കല, സാംസ്കാരിക ജീവിതം തുടങ്ങിയ എല്ലാ സംഗതികളും, അല്ലെങ്കിൽ മതം തുടങ്ങിയ എല്ലാ സംഗതികളും ഈ സമൂഹത്തിന്റെ സാമ്പത്തികമാണ്, ഇക്കണോമിക് ഡിറ്റർമിനിസം ആണല്ലോ മാർക്സിസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മേലുള്ള ഒരു മേൽക്കൂര മാത്രമാണ്. സാമ്പത്തിക അടിത്തറ മാറുമ്പോൾ, അതായത് ഇക്കണോമിക് സ്ട്രക്ചേഴ്സ് മാറുമ്പോൾ, വർഗസമരം കഴിഞ്ഞ് ഈ പൊതു ഉടമയിലേക്ക് മൂലധന വ്യവസ്ഥ മാറുമ്പോൾ മുകളിലുള്ള മേൽക്കൂരയൊക്കെ മാറിക്കോളും. ഇതായിരുന്നു ഇ എം എസിന്റെ സ്റ്റാൻഡ്. അങ്ങനെ ഇ എം എസ് ഒരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതുന്നത് ഇടമറുകിന്റെ ഒരു പുസ്തക പരമ്പര വരികയാണ്, യുക്തിവാദം എന്ത്, എന്തിനെ, എങ്ങനെ എന്ന പേരിൽ. അതിനോടുള്ള ആദ്യത്തെ ഭാഗത്തിനുള്ള മറുപടിയായിട്ടാണ് ചിന്തയിൽ എഴുതുന്നത്. അതിന് ഇടമറുക് മറുപടി എഴുതുകയാണ്, അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങളുടെ വിപ്ലവം നടന്ന സാമ്പത്തിക അടിത്തറ മാറി റഷ്യയിൽ, സോവിയറ്റ് യൂണിയനിൽ എന്തുകൊണ്ട് ഇത് മാറിയില്ല, അവിടെ എപ്പോഴും അത് ശക്തമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതിന് ഇ എം എസ് വീണ്ടും മറുപടി എഴുതുന്നു. അപ്പോൾ അതിനകത്ത് ഇടമറുക് മതത്തിനെതിരാണ് റൊണാൾഡ് റീഗനെങ്കിൽ, അന്ന് റീഗനാണ്, റീഗനെ ഇടമറുക് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾ മതവുമായിട്ട് ഞങ്ങൾക്ക് കലഹമില്ല എന്ന് ഇ എം എസ് സ്റ്റാൻഡ് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇത് ചർച്ച അങ്ങനെ മുറുകയാണ്. ചർച്ച ഇങ്ങനെ മുറുകി വരുന്ന സമയത്ത് പവനൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നു. പവനൻ ഈ കാര്യത്തിൽ നോക്കണം, ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രപഞ്ച വീക്ഷണം ഇതിനകത്ത് അങ്ങനെ ഒരു പ്രബന്ധം കൊണ്ടുവന്നതിനെ കുറിച്ച് പവനനും ഇടമറുകും തമ്മിൽ ഒരു കത്തർപാടുകളുണ്ട്. അത് അനാവശ്യമായിരുന്നു, അത് ആവശ്യമില്ല എന്ന് പവനൻ എഴുതിയിട്ടുള്ള കത്ത് ഉണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, ഞാനും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ബ്രോഡായിട്ട്, എങ്കിലും അത് യുക്തിവാദ സംഘത്തിനകത്ത് കൊണ്ടുവരേണ്ടതില്ലായിരുന്നു എന്ന് പവനൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ അതിന്റെ കൂടെയാണ് നിന്നത്. അപ്പൊ ഇ എം എസിന്റെ ലേഖനത്തിനകത്ത് വരുന്നു, ഈ കേരളത്തിൽ ഇടമറുക ദീർഘകാലം നയിച്ച യുക്തിവാദ സംഘം പോലും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രപഞ്ച വീക്ഷണം സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് എന്ന് മറന്നുകൂടാ എന്ന് പറയുമ്പോഴാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് തിരക്കുന്നത്. അങ്ങനെ അപ്പൊ തിരക്കി വരുമ്പോഴേക്കും അങ്ങനെ 79 തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ കലാനാഥനുമായിട്ടുള്ള ഒരു ചർച്ച വരുന്നു. കലാനാഥൻ പറഞ്ഞു അതൊരു അങ്ങനെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, അതിനെന്താ കുഴപ്പം, വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം എന്നൊരു സ്റ്റാൻഡാണ് പുള്ളി എടുക്കുന്നത്. അപ്പൊ അന്ന് കലാനാഥന്റെ സംഘടനാപരമായ ഘടന എന്ന് പറയുന്നത്, അദ്ദേഹവും ഞാനും ദേശീയ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിമാരാണ്. അന്നത്തെ ജനറൽ സെക്രട്ടറി എം വി രാമമൂർത്തി എന്ന് പറയുന്ന ഒരു ആന്ധ്രക്കാരനാണ്. അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു, മരിച്ചുപോയി. ഞാനും കലാനാഥൻ ജോയിന്റ് സെക്രട്ടറിമാരും എം വി രാമമൂർത്തി ജനറൽ സെക്രട്ടറിയുമായിട്ടാണ് അതിന്റെ ഘടന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യൻ യുക്തിവാദ സംഘത്തിന്റെ, ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ ഘടനാപരമായ ഇതിനകത്തൊക്കെ ഈ ചർച്ച വരുന്നു. റാഷണലിസ്റ്റ് അസോസിയേഷൻ അപ്പോൾ ഈ ചർച്ചയുടെ ഒരു ഘട്ടമാകുമ്പോഴേക്കും പവനൻ ഇടമറുകിനോടൊപ്പം തന്നെ ഇ എം എസിനോടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അത് വളരെ ഇ എം എസിനെ വല്ലാതെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട്. കാരണം പവനനും ഇടമറുകും കൂടെ ഒന്നിച്ചാണ് ഇ എം എസിനെ നേരിടുന്നത്. ഈ ഘട്ടത്തിൽ കലാനാഥന്റെ ഒരു പ്രധാന റോൾ നോക്കുക, അദ്ദേഹത്തിന്റെ വശത്ത് ഞാനിത് കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പലവണ. കലാനാഥൻ അപ്പോ പാർട്ടിയുടെ അംഗമാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് 2-3 കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. ഒന്നാമത്തെ സംഗതി, അദ്ദേഹം അവിടെ മുസ്ലിങ്ങൾക്ക് പ്രിഡോമിനൻസ് ഉള്ള, വലിയ പോപ്പുലേഷൻ മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. അവിടെ ഈ പുസ്തകം, ഇടമറുകിന്റെ ഖുറാൻ വിമർശന പഠനം തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ.
അവിടെ അദ്ദേഹം പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോവുകയാണ്. ആ സമയത്ത് ഒന്ന് ഈ പുസ്തകം ഉണ്ടാക്കുന്ന കുഴപ്പം, രണ്ടാമത്തെ സംഗതി പാർട്ടിയോടുള്ള ഈ ഇടമറും EMS തമ്മിൽ നടക്കുന്ന ഈ വിവാദത്തോടുകൂടി പാർട്ടിയുടെ സപ്പോർട്ട് പൂർണ്ണമായും കിട്ടാതെ വരികയോ എന്ന് പറയുന്ന ആശങ്ക. അദ്ദേഹത്തിന് യുക്തിവാദ സംഘവും വേണം, അതേസമയം പാർട്ടിയും വേണം. എന്തൊരു ധർമ്മസങ്കടമായിരിക്കാം മനുഷ്യന്റെ. ഞാൻ അദ്ദേഹത്തിന്റെ വശത്ത് നിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. കലാനാഥൻ ഒരിക്കലും യുക്തിവാദ പ്രസ്ഥാനത്തെ വിട്ടുകളയുകയോ യുക്തിവാദ പ്രസ്ഥാനത്തോട് ഇത് കാണിക്കുന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ കലാനാഥൻ അതേക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കലാനാഥൻ രണ്ട് കാര്യത്തിൽ എടുത്ത സ്റ്റാൻഡ് നമുക്ക് അന്ന് സ്വീകാര്യമല്ല എന്ന് തോന്നിയ സ്റ്റാൻഡുകളാണ്. ഒന്ന്, ഈ ഖുറാൻ വിമർശനപ്പെടുന്ന എന്റെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവിടെ ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ അവിടെ ഒരു വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മുസ്ലിം സമുദായത്തിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തേജസ്, മീഡിയ വൺ ഇവരൊക്കെയാണ് ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ കൊടുത്തത്. അദ്ദേഹത്തെ മുസ്ലിം സമുദായത്തിന്റെ ഒരു വലിയ മിത്രമായിട്ടാണ് അവർ കൂട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക പ്രമേയം തന്നെ ഏതാണ്ട് ഖുറാൻ സുന്നത്ത് സംഘമൊക്കെ പാസ്സാക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് വളരെ നല്ലൊരു സൗഹൃദത്തിലാണ് കലാനാഥൻ പോകുന്നത്. ഈ കലാനാഥന് മുസ്ലിം സമുദായത്തോടുള്ള ഐക്യം കാണിക്കണം എന്ന് അവർ ശഠിക്കുന്നതിന് തുല്യമായിട്ട് അദ്ദേഹത്തോട് ഒരു മദ്രസ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറയുകയാണ്. അപ്പൊ യുക്തിവാദ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവിടെ പോയിട്ട് മദ്രസ ഉദ്ഘാടനം ചെയ്തു. ആ മദ്രസ ഉദ്ഘാടനം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഖുറാൻ വിമർശന പഠനം എഴുതുന്നത് മൂലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തോടുള്ള ഒരു വലിയ തിരിച്ചടി പോലെയാണ് നമുക്കൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നത്. യുക്തിവാദ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ന്യായമുണ്ട്, ഞാൻ അതും കൂടെ പറയാതിരിക്കാൻ മേലും. അപ്പൊ അതുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു കത്തർപാടുകളുണ്ട്. അന്ന് സംഘടന രണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ മദ്രസയിലും പഠിപ്പിക്കലാണ് ചെയ്യുന്നത്. ഞാനൊരു അധ്യാപകനാണ്, പഠിപ്പിക്കുന്നത് എവിടെയാണെങ്കിലും പഠിപ്പിക്കുന്നതിന് എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടതല്ല, പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ആയിരിക്കുന്ന സമയത്ത്. അതാണ് എന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറുപടി വന്നത്. പക്ഷെ സംഗതികൾ അവിടെ നിൽക്കുകയല്ല. അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞു, ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ യുക്തിവാദ സംഘത്തിന്റെ അന്നത്തെ കേന്ദ്ര നേതൃത്വം ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇടമറുകയാണെങ്കിൽ കമ്മ്യൂണിസം തന്നെ അശാസ്ത്രീയമാണ്, അസംബന്ധമാണ്, അതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. അതേസമയം തന്നെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ അതിന് എൻറ്റിറ്റി ഉണ്ട്. അതിനൊരു ഡോഗ്മാറ്റിക് ആയിട്ട് അതിനോടുള്ള അന്ധമായതൊരു ശാസ്ത്രീയമാണെന്നുള്ള മട്ടി പറയുന്നത് അസ്വീകാര്യമാണ് എന്നൊരു നിലപാടെടുക്കുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെല്ലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലമാണ്. അതിനകത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ നിഷേധമൊക്കെ വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ വരുന്നുണ്ട്. പിന്നീട് യുക്തിവാദ രാഷ്ട്രം എന്ന പേരിൽ വന്ന പുസ്തകം, അതിനെതിരായിട്ട് EMS 32 ലേഖനങ്ങളാണ് എഴുതിയത്. അതിന് ഇടമറുക മറുപടി എഴുതും, വീണ്ടും എഴുതും. ഇടയ്ക്കിടയ്ക്ക് പവനും ഓരോരോ ലേഖനം എഴുതി EMS ഇട്ട് കൊട്ടും. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രപഞ്ച വീക്ഷണത്തെക്കുറിച്ചൊന്നും പവൻ എഴുതുന്നില്ലെങ്കിലും ഈ മേൽക്കൂര അടിത്തറ സിദ്ധാന്തത്തെക്കുറിച്ച് പവനൻ വളരെ ശക്തമായ നല്ല ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പവനോട് പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കാൻ വേണമെങ്കിൽ ഞാൻ ഇന്ത്യൻ എതീസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞു. പവൻ പറഞ്ഞു, കൊള്ളാം, നല്ല പരിപാടിയാണ്, നമുക്ക് ചെയ്യാം എന്ന് പറയും. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് ആണ് കലാനാഥനോട് പാർട്ടി പറയുകയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ കലാനാഥന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ മുഹൂർത്തം അതായിരിക്കുന്നതാണ് എൻ്റെ വിചാരം. അദ്ദേഹം ഒരു നിലപാടെടുക്കുകയാണ്. ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹം വേർപിരിഞ്ഞ് കേരള യുക്തിവാദ സംഘത്തെ സെപ്പറേറ്റ് ചെയ്യാണെന്ന് തീരുമാനിച്ചു. അതിന് വേറൊരു ന്യായവും പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷേപം വന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീനിയോ മറ്റോ എഴുതി. അപ്പൊ അത് എഴുതിയ ഒരു മാഗസിനകത്ത് ഇടമറുകയാണ് അതിന്റെ ഉപദേഷ്ടാവ് എന്നൊരു ന്യായം. അതിന്റെ കൂടെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം അശാസ്ത്രീയമാണെന്ന് പറയുകയാണ്. ഇങ്ങനെ നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് വിമർശനം നടത്തുന്ന ഇടമറുകയാണ് യുക്തിവാദ സംഘത്തിന്റെ കേന്ദ്ര നേതൃത്വത്തെ നയിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് കേരള യുക്തിവാദ സംഘം ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനാണ് അന്ന് ജനറൽ സെക്രട്ടറി. നമ്മളെല്ലാം കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനിച്ചു, കേരളത്തിൽ നമ്മളൊരു കോൺഫറൻസ് വിളിക്കുക, പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക കേരളത്തിലെ ഓർഗനൈസേഷൻ ഒരു തീരുമാനമെടുത്തു. അപ്പൊ കലാനാഥൻ ശരിക്കും പറഞ്ഞാൽ EMSന് വേണ്ടി അല്ലെങ്കിൽ EMSന്റെ നിലപാടിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് യുക്തിവാദിയാണ്, യഥാർത്ഥ യുക്തിവാദിയാകണമെങ്കിൽ കമ്മ്യൂണിസം അംഗീകരിക്കണം, യഥാർത്ഥ യുക്തിവാദിയാകണമെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അംഗീകരിക്കണം എന്നാണ് EMSന്റെ അവസാനത്തെ ലേഖനം. അപ്പൊ കലാനാഥൻ ആ നിലപാടെടുക്കുന്നു. അദ്ദേഹം യഥാർത്ഥ യുക്തിവാദിയാണ്, കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദം അദ്ദേഹം പലതവണ എഴുതിയിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കുന്നുണ്ട് ഒരാൾക്ക് യുക്തിവാദിയാകാൻ പറ്റുകയില്ല എന്ന് കലാനാഥൻ മാതൃഭൂമിയിലെ ഇന്റർവ്യൂവിലും അതുപോലെ തന്നെ ഡൂൾ ന്യൂസിലെ ഇന്റർവ്യൂവിലും ഒക്കെ പറയുന്നുണ്ട്. വളരെ കൃത്യമായി അങ്ങനെ പഠിച്ചിരുന്ന ഒരാളായിരുന്നു കലാനാഥൻ. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ യുക്തിവാദ സംഘത്തിന്റെ കേന്ദ്ര നേതൃത്വമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. അന്ന് പാർട്ടി പറഞ്ഞു, പകരം നിങ്ങൾ വേറൊരു കോൺഫെഡറേഷൻ ഉണ്ടാക്കുക എന്ന് അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും അത് അദ്ദേഹമല്ല ചെയ്യുന്നത്, പിന്നീട് പ്രേമാനന്ദാണ് ചെയ്യുന്നത്. ഏതായാലും കലാനാഥൻ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ന് ഓർത്ത് നോക്കും. അദ്ദേഹം ഇത്
കേന്ദ്ര യുക്തിവാദ സംഘമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കേരള യുക്തിവാദ സംഘത്തെ സെപ്പറേറ്റ് ആക്കി ഇന്ത്യൻ യുക്തിവാദ സംഘം കേരളത്തിൽ വേറൊരു കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കേരളത്തിലെ യുക്തിവാദ സംഘം ഫലത്തിൽ രണ്ടായി. അതോടുകൂടി അങ്ങനെ രണ്ടാകുന്നതിന് നിമിത്തമായി തീർന്നത് എന്താണ്? മാർക്സിസവും ഇതുമായി പൊരുത്തപ്പെട്ടു പോകണം, അതാണ് EMSന്റെ ലൈൻ, അതാണ് ശരിയായ ലൈൻ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ്. പക്ഷേ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ EMSന്റെ ഒരു 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 ഷൂട്ട് പൊളിറ്റിക്കൽ അക്യൂമെന്റ് നമ്മൾ കാണുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭാഷണമുണ്ട് ഡൽഹിയിൽ. EMSും ഇടമറും വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഇടയ്ക്ക് ചോദിക്കുകയാണ്, നിങ്ങളുടെ സംഘടന ഇപ്പൊ പിളർന്നല്ലോ എന്ന് EMS പറയുന്നു. അപ്പോൾ ഇടമറ് പറയുന്നു, അതിപ്പോ പാർട്ടികൾ, നിങ്ങളുടെ പാർട്ടി പിളർന്നിട്ടില്ലേ, പണ്ട് 62 പിളർന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പിളർപ്പിനെ കുറിച്ച് വിടാം. ഏതായാലും ഈ രണ്ടിനകത്തും കൂടെ ഒരാൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റുകയില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഒരു നേതാവ് ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ്, പക്ഷേ ഈ അവര് ചെയ്തിരിക്കുന്ന നിലപാട് യുക്തിവാദവും കൊണ്ടുപോകണം, അതേസമയം മാർക്സിസവും കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ ഇത് രണ്ടിലൊന്നേ പറ്റുള്ളൂ, അത് ഞാൻ നിർദ്ദേശിക്കാൻ പോകുന്ന അതാണ് എന്ന് അന്ന് EMS പറയുന്നുണ്ട്. ഒന്നും അതിനകത്ത് മറുപടിയില്ല. അത് കഴിഞ്ഞ് തീർന്നു. പക്ഷേ ഞാൻ അടുത്ത കാലത്ത് കലാനാഥന്റെ ഒരു ഇന്റർവ്യൂ, പഴയ ഇന്റർവ്യൂ, മാതൃഭൂമിയിലെ നിലീന തോളിയുടെ ഇന്റർവ്യൂവിനകത്താണെന്ന് തോന്നുന്നു. അതിനകത്ത് കലാനാഥൻ പറയുകയാണ്, ഞാനത് അറിഞ്ഞിരുന്നില്ല പ്രശ്നം. പറഞ്ഞാൽ എനിക്ക് കലാനാഥനോട് വലിയ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ ധർമ്മസങ്കടം എനിക്ക് തന്നെ ഒരു വിഷമം തോന്നിയൊരു സാധനമാണ്. കലാനാഥൻ പറയാണ്, അന്ന് EMS പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു. യഥാർത്ഥത്തിൽ EMS കലാനാഥനോട് പറഞ്ഞു, പാർട്ടി അദ്ദേഹത്തോട് ഔദ്യോഗികമായിട്ട് പറഞ്ഞു, നിങ്ങൾ യുക്തിവാദി സംഘവുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം. ഒന്നുകിൽ യുക്തിവാദ സംഘം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതിൽ ഒന്ന് മതി. അതേതാ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. നോക്കൂ, കുറെ കാലം മുമ്പ് ഇടമറുകം പറഞ്ഞ അങ്ങനെയാണ്. അതിന് കലാനാഥൻ പറ്റില്ല, എനിക്ക് രണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇടമറുകം അത് വിട്ടുകൊടുത്തു. അത് ഇദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്ന കാര്യത്തിൽ. പക്ഷെ EMSും ഇത് തന്നെ പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ യുക്തിവാദ സംഘത്തിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ പോവാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് മുസ്ലിം ലീഗുമായിട്ട്, അന്ന് ലീഗ് CPMുമായിട്ട് സഖ്യത്തിലാണ്, അവരുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കലാനാഥൻ വീണ്ടും ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. പക്ഷേ കലാനാഥൻ തീരുമാനിക്കുകയാണ്, അദ്ദേഹത്തിന് യുക്തിവാദം വിടാൻ പറ്റുകയില്ല, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊള്ളി. ദാറ്റ് വാസ് എ ഷോക്ക് ടു മീ. 1984 കലാനാഥൻ അന്നത്തെ പാർട്ടിയുടെ നിർദ്ദേശത്തെ നിഷേധിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. എന്നിട്ട് യുക്തിവാദ സംഘത്തിൽ തുടരുകയാണ്. നമ്മളാരും ഇത് അറിയുന്നില്ല. ഞങ്ങളൊക്കെ അപ്പോഴും കലാനാഥനെ വിമർശിക്കുകയാണ്. എന്താണ്, അദ്ദേഹം പാർട്ടി തെരഞ്ഞെടുത്തു, യുക്തിവാദം വിട്ടുകളഞ്ഞു, എന്നിട്ട് പാർട്ടിയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ നോക്കി. അദ്ദേഹം അതിന് ശ്രമിച്ചു. ഇതിനെ കൊണ്ട് ബന്ധിപ്പിക്കാനായിരുന്നു കലാനാഥന്റെ ശ്രമം. ഇത് സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. കാരണം ഇത് രണ്ടും ഒരു ഡോഗ്മാറ്റിക് പൊസിഷൻ എന്നുള്ള ഡയലക്റ്റിക്കൽ മെറ്റീരിയൽ സ്വീകരിച്ചുകൊണ്ട് ഒരാൾക്ക് യുക്തിവാദിയാകാൻ പറ്റില്ല. നമ്മൾ എല്ലാ ഡോഗ്മകൾക്കും എതിരാണെന്നൊരു നിലപാടാണ് ലോകമൊട്ടാകെ തന്നെ യുക്തിവാദ സംഘം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ തന്നെ ആ നിലപാടുള്ള ഒരാളാണ്. കലാനാഥൻ എന്തുകൊണ്ടോ കരുതിയിരുന്നത് ഇത് രണ്ടും പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നാണ്. അദ്ദേഹത്തിനുള്ളിൽ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു, അതേസമയം അദ്ദേഹം ഒരു ഉറച്ച യുക്തിവാദിയുമായിരുന്നു. അദ്ദേഹത്തോട് യുക്തിവാദ സംഘത്തിന്റെ കേന്ദ്ര നേതൃത്വം പറഞ്ഞത് ഇത് പറ്റില്ല, രണ്ടും കൂടെ പോവില്ല എന്ന് പറഞ്ഞു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പുള്ളി പറഞ്ഞു രണ്ടും കൂടെ പോവില്ല എന്ന് പറഞ്ഞു. പുള്ളി പാർട്ടി വിട്ട് യുക്തിവാദി സംഘത്തിന്റെ ചുമതലകളിൽ തുടർന്നു. അതേസമയം സ്വകാര്യമായി കമ്മ്യൂണിസ്റ്റായി തന്നെ തുടർന്നു. കലാനാഥന്റെ പല ചിത്രങ്ങളും നമ്മൾ നോക്കുമ്പോൾ പിന്നിൽ പശ്ചാത്തലത്തിൽ ഒരു ലെനിനോ മാർക്സോ ഒക്കെ കാണും. അദ്ദേഹം അവസാനം വരെ കരുതിയിരുന്നത് അദ്ദേഹം ഒരു കുറച്ച് കമ്മ്യൂണിസ്റ്റാണ്, പാർട്ടിയിൽ അല്ലെങ്കിലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, അദ്ദേഹം ഒരു സഖാവാണ് എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. എന്നാൽ EMS അങ്ങനെ ശഠിച്ചെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരു വലിയ ശതമാനം, അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാവരും തന്നെ കലാനാഥനെ പാർട്ടിയുടെ അംഗമല്ലാത്ത ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കാരണം അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് വന്നത്. യുക്തിവാദ സംഘം വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ, CPMന്റെ കൂടെ വരാൻ പറഞ്ഞു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് യുക്തിവാദ സംഘവും പാർട്ടിയുടെ, എന്നിട്ട് അദ്ദേഹം പഞ്ചായത്തിൽ മത്സരിക്കുകയാണ്. ലോക്കൽ പാർട്ടി, അതും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. രസകരമാണ് സംഭവം. അദ്ദേഹത്തോട് പറഞ്ഞു പാർട്ടിയിൽ അംഗത്തിന് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം വിഷമത്തോട് പാർട്ടി അംഗത്തിന് രാജിവെക്കുകയാണ്. പക്ഷെ ലോക്കൽ കമ്മിറ്റി അടുത്ത് കൂടുന്ന എവിടെയാ? കലാനാഥന്റെ വീട്ടിൽ വെച്ച. അതിനുള്ള പ്രമേയം എഴുതുന്ന ആരാ? കലാനാഥൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം അംഗമല്ല. പിന്നീട് ലോക്കൽ കമ്മിറ്റി കൂടുതൽ കലാനാഥന്റെ വീട്ടിൽ വെച്ചു. അതൊരു ലോക്കൽ അറേഞ്ച്മെന്റ് ആയിട്ട് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയായിട്ട് തുടരുകയാണ്. ലോക്കൽ പാർട്ടി അദ്ദേഹത്തോടൊപ്പം നിന്നു. ഒരുപക്ഷെ കേരളത്തിലെ പാർട്ടി അദ്ദേഹത്തോടൊപ്പം നിന്നു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തിയറട്ടിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കണം കൃത്യമായിട്ടെന്നുള്ളൊരു അനുശാസനം കൊണ്ടുവന്നു. ലോക്കലായിട്ട് പാർട്ടി അദ്ദേഹത്തെ കൂടെ നിർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഉണ്ടാക്കിയ അന്നത്തെ യുക്തിവാദ സംഘത്തിന്റെ സ്വഭാവമാകെ മാറിയെന്ന് KVS കൂടുതലായിട്ടും എല്ലാ ജില്ലകളിലും അന്ന് പാർട്ടിയുടെ അനുഭാവമുള്ള ആൾക്കാരെ അതിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലാത്തവരെയൊക്കെ മാറ്റി. ഇപ്പൊ തന്നെ നമ്മൾ പലപ്പോഴും കാണാൻ, ഇപ്പൊ രാജഗോപാൽ വാർത്താനം, അദ്ദേഹം ഒരു നല്ല യുക്തിവാദി തന്നെയാണ്. അദ്ദേഹത്തിന്റെയൊക്കെ പത്നിയൊക്കെ മരിക്കുമ്പോൾ ചുവന്ന അരിവാൾ ചുറ്റിക പതാകയിൽ പൊതിഞ്ഞൊക്കെയാണ് അല്ലെ അടുത്ത ദിവസം തന്നെ ഉണ്ടായത്. കലാനാഥൻ മരിക്കുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒക്കെ ഉള്ള ഒരു ചുവന്ന ഇതൊക്കെ ഇട്ടാണ് അദ്ദേഹം കിടത്തിയിരിക്കുന്നത്. അപ്പൊ ലോക്കലായിട്ട് പാർട്ടി അദ്ദേഹത്തെ കൈവിട്ടില്ല. താത്വികമായി അദ്ദേഹം പാർട്ടിയുടെ നിലപാടുകളോട് ഉറച്ചു നിന്നു. എന്നാൽ സംഘടനാപരമായി യുക്തിവാദം വേണ്ട എന്നുള്ള പാർട്ടിയുടെ
സംഘടനാപരമായ ശാഠ്യത്തിന്റെ ഒപ്പം നിന്നില്ല അദ്ദേഹം. അതായിരുന്നു കലാനാഥൻ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആർജവത്വം അതിനകത്ത് കാണുന്നുണ്ട്. അവിടെയാണ് കലാനാഥനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കലാനാഥൻ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് സത്യസന്ധത പുലർത്തി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, യുക്തിവാദിയുമായിരുന്നു. അത് രണ്ടും തമ്മിൽ എവിടെയോ പൊരുത്തപ്പെടുത്താൻ പറ്റും എന്ന് അദ്ദേഹം മോഹിച്ചിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരിടത്തും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റുകളോടും വിട്ടുവീഴ്ച ചെയ്തില്ല, യുക്തിവാദികളോടും വിട്ടുവീഴ്ചയില്ല. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ആ നിലപാട് ഒരു റാഷണലിസ്റ്റിക് അല്ലാത്ത നിലപാടായിരുന്നു. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തോടുണ്ട അതാണ് ശാസ്ത്രം എന്ന് ധരിച്ച ഒരു നിലപാട്. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം തന്നെ അദ്ദേഹം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പിനകത്ത് ഞാൻ കണ്ടത്, മുസ്ലിം പ്രിഡോമിനൻസ് ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്തുണ കിട്ടുന്നത്, അതിന് ഞാനൊരു ഡയലക്റ്റിക്കൽ അപ്രോച്ചാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം അവരുടെ എതിരാളികളെ വിമർശിക്കും, പിന്നീട് ഇവരെ വിമർശിക്കും. അതല്ല ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അത് ആശയങ്ങളിലെ ഡയലോഗ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി മാത്രമാണ്. വൈരുദ്ധ്യ ശക്തികളുടെ സംഘർഷം മൂലമാണ് ആശയങ്ങളുടെ പുരോഗതി ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഹെഗലിന്റെ ആശയത്തെ, അത് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് പുതിയ സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ കാതൽ. അത് കുറെ കൂടി വ്യത്യാസമുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹം ആ നിലയിലൊന്നും മനസ്സിലാക്കിയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു. ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആത്മാർത്ഥതയുള്ള യുക്തിവാദിയായിരുന്നു. യുക്തിവാദവും കമ്മ്യൂണിസവും തമ്മിൽ താത്വിക മേഖലയിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിന്റെ ആ ഞെരിയലിൽ ഒട്ടേറെ വേദനിക്കുകയും സൗഹൃദ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയേക്കും എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട് അദ്ദേഹം. എനിക്ക് ചിലപ്പോഴൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നരസിംഹയ്യ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു, ഇത് കഴിഞ്ഞപ്പോൾ അതുണ്ടായിട്ടില്ല എന്നുള്ള വിഷമം എനിക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല സമയത്തും ഇപ്പൊ എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് കലാനാഥൻ എഴുതുന്ന വളരെ ഹൃദ്യമായ ഒരു കത്തുണ്ട്, എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കലാനാഥൻ എഴുതിയിട്ടുണ്ട്. ഇടമറുക മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ കലാനാഥൻ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് മലപ്പുറത്ത് വെച്ച്. അതിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്ന കലാനാഥൻ തന്നെയാണ്. നോക്കുന്നത്, നമ്മൾ ബാഹ്യമായി കാണുന്നതിനപ്പുറത്ത് ചില ഹൃദയ ബന്ധങ്ങൾ വളരെ ശക്തമായി നിലനിന്നിരുന്നു എന്നുള്ളത് എപ്പോഴും ഓർക്കാൻ വല്ലാത്ത സുഖമുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ താന്ത്രിക് ചലഞ്ച്, ഒരു താന്ത്രികൻ എന്നെ മന്ത്രം കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി നടന്നിട്ട് എന്റെ പിറ്റേ ദിവസം തന്നെ എന്റെ സുഖവിവരം തിരക്കിക്കൊണ്ട് കലാനാഥൻ ഫോൺ ചെയ്യുക മാത്രമല്ല, അദ്ദേഹം എന്നെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉടനെ തന്നെ ഇറക്കുകയും ചെയ്തു. രണ്ട് സംഘടനയാണ്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടി വന്നത്, സ്നേഹമുള്ള ഒരു പ്രതിയോഗിയുടെ ഈ കത്ത് കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം എത്രയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു മറുപടി. ഞാനത് തന്ന് തേരാളിപ്പൂല കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ ഇത് അല്പം വേദന ഉളവാക്കുന്നതും ഒപ്പം തന്നെ രസകരവുമായ ഒരു ബന്ധമാണ്. ഇപ്പൊ പവനനുമായിട്ട് പവനുമായിട്ട് എനിക്ക് കുറെ കൂടി ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. കലാനാഥനോട് അങ്ങനെ ഒരു ബന്ധമല്ല. പവനനുമായിട്ട് ഒരു പിതൃപുത്ര ബന്ധം പോലത്തെ അത്ര അടുത്ത ഒരു ബന്ധം ഞാൻ എക്കാലത്തും അവസാനം വരെ പുലർത്തിയിരുന്ന ഒരാളാണ്. അപ്പൊ ഏതായാലും കലാനാഥൻ, ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ആയിരുന്നു. ഇടക്കാലത്ത് ഒരു സിബ്ലിംഗ് ക്വാറലിൽ അകന്നുപോയ ഒരു മൂത്ത ചേട്ടനെ പോലെ. അതേസമയം തന്നെ സ്വന്തം ആദർശങ്ങളിൽ നിഷ്ഠ കാണിച്ച ഒരാള്, സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിന്ന ഒരാള്, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആൾക്കാരോട് അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരാള്, പാർട്ടി പറഞ്ഞിട്ടും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടിട്ടും യുക്തിവാദത്തെ കൈവിടാതെ യുക്തിവാദത്തിൽ ഉറച്ചു നിന്ന ഒരാള് എന്നൊക്കെ നോക്കുമ്പോൾ കലാനാഥനോട് ആദരവല്ലാതെ ഒരു തരിമ്പ് പോലും എനിക്ക് ആദരവിന് മങ്ങലേക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ ഒരു സംഘർഷത്തിലൂടെ കടന്നുപോയ ഒരുപാട് പേരുണ്ട്. അവരുടെ ആ വശങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വേണം അത് രചിക്കപ്പെടാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം ആദർശപരമായ അല്ലെങ്കിൽ ആശയപരമായ ഇഷ്യൂസിൽ ഒരു പ്രസ്ഥാനം രണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴും വ്യക്തിബന്ധങ്ങളും അതേസമയം തന്നെ ആശയ ദൃഢതയും ഒക്കെ അവരെ പൊരുത്തപ്പെടുത്തിക്കൊണ്ടും പോകുന്ന ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയുണ്ട്. സ്നേഹബന്ധങ്ങൾ തുടരുന്നു, ഒരു ആശയത്തിനോട് ഒന്നിച്ചു നിൽക്കുന്നു, ചില സമയത്ത് സംഘടനാപരമായ ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നു, എങ്കിലും സ്നേഹവും സൗഹൃദവും പുലർത്തിപ്പോവുക എന്ന് പറയുന്ന ഈ രീതി, അത് അനുഭവിച്ചാലേ അതിന്റെ വേദനയും അതിന്റെ ദുഃഖവും അതിന്റെ ഊഷ്മളതയും ഒക്കെ മനസ്സിലാവുകയുള്ളൂ. കലാനാഥൻ കടന്നു പോകുമ്പോൾ എവിടെയോ ഒരു വല്ലാത്ത വിങ്ങലുണ്ട് മനസ്സിൽ. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ യുക്തിവാദികൾക്കും, അത് ഏത് പക്ഷത്ത് നിൽക്കുന്ന യുക്തിവാദികൾക്കും ആ സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തോട് ഉണ്ട്, ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കലാനാഥന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതിനോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. പിന്നെ എന്റെ പേര് ഷമീർ, ഞാൻ കലാമാഷ മകനാണ്.
പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല. പക്ഷെ എന്നിരുന്നാലും അച്ഛന് വളരെയധികം ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ താങ്കളുടെ അച്ഛനുമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ അത് വളരെ അച്ഛനൊരു ഗുരുതുല്യനായി കാണുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് മനസ്സിലായത് താങ്കളുടെ അച്ഛനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും താങ്കളോടും അതുപോലെ ഒരു മകന് തുല്യമായ സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കളുടെ പിന്നെ ബോംബെയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇഷ്യൂസിലൊക്കെ അച്ഛന് ആ സമയത്ത് പത്രപ്രസ്ഥാനമൊക്കെ കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പരസ്പര ബന്ധത്തിന്റെ ഒരു കണ്ണി എവിടെയോ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഈ ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടായിരിക്കുമ്പോൾ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി അതിലേറെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സുഖകരമായ സംഗതി. അതെ 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 അത് സ്നേഹത്തിനായിരുന്നു പ്രാധാന്യം, മുൻതൂക്കം സ്നേഹത്തിനാണ്, മാനവികതയ്ക്കാണ്. ഈവൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനാകുന്നത് തന്നെ മാനവികത എന്ന ആ ഒരു സിദ്ധാന്തത്തിന്റെ മുൻപിൽ വീണുകൊണ്ടാണ്. അല്ലാതെ പിന്നെ ഒരു വിപ്ലവം നടത്തി ഒരു രാജ്യത്തെ രക്ഷിക്കാൻ പറ്റുമെന്ന് അങ്ങനെ അന്ധമായി അച്ഛൻ വിശ്വസിച്ചിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ടെക്നോളജിയുടെ കാലത്ത് ഒരു മൂവ്മെന്റ് ഒരു രാജ്യത്തിനെതിരെ നടത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് കാലങ്ങൾ കൊണ്ട് പിന്നെ ശാസ്ത്രീയ അറിവിൽ നിന്നും നമ്മളെ ചിന്തകളെ നവീകരിക്കുക എന്നുള്ളത് അതൊരു മാർക്സിയൻ സിദ്ധാന്തമാണ്. അത് എല്ലാതെയും പിന്നെ ശാസ്ത്രത്തിന്റെ രീതി അത് തന്നെയാണല്ലോ. പിന്നെ ഇങ്ങനെയുള്ള ആദർശങ്ങളിൽ തുടരെ നവീകരണം കൊണ്ടുവരാനും അത് ജീവിതത്തിൽ പകർത്താനും അവസാനം വരെ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അച്ഛനെ അടുത്തറിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. ഒന്ന് അച്ഛൻ സ്ഥിരമായി പറയാറുള്ള ഒരു വാചകമാണ്, പിന്നെ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തലല്ല യുക്തിവാദം, വിശ്വാസിയുടെ വിചാരത്തെ പിടിച്ചു കുലുക്കലാണെന്നാണ്. അത് ഈ ആരോഗ്യകരമായ ആശയ സംവാദങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഫേസ്ബുക്കിന്റെ കാലത്ത് സ്കോപ്പ് ഇല്ലാതായി മാറി എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പിന്നെ വളരെ തീവ്രവാദപരമായി തീവ്രവാദികൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് ഇന്നത്തെ കാലത്തെ ആധുനിക യുക്തിവാദികൾ. ആ ഒരു രീതിയിൽ ഏതാണ്ട് തീവ്രവാദികളുടെ അതേ മനോനിലയില് പിന്നെ വിശ്വാസികളെ ആക്രമിക്കുക എന്നൊരു നിലയിലേക്കൊക്കെ ആധുനിക സ്വതന്ത്ര ചിന്ത പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് നോക്കുമ്പോ ഒരാളെ വേണമെങ്കിൽ തെറി വിളിക്കാം ഒക്കെ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. പക്ഷേ നമ്മള് സമൂഹത്തിൽ ഇറങ്ങി ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് കൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു രീതി. അത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ആളുകളുടെ ഇടയിൽ അതായത് വിശ്വാസികളെയാണല്ലോ നവീകരിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്നത്. അപ്പൊ അവര് കേൾക്കുക, അവരെ ചീത്ത പറയുമ്പോ അവര് തിരിഞ്ഞു പോകും. അതിപ്പോ നമ്മളൊരാൾ ചീത്ത പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോകുന്നുള്ള ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് കുറച്ചുകൂടെ ഒരു മാനവികമായിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് വരേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള പ്രവർത്തനങ്ങളില് അച്ഛൻ യഥാർത്ഥത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മാറാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 95 കാലത്ത് ആകെ ഒരു വർഷത്തേക്കുള്ള അവരെ ഫണ്ട് 15 ലക്ഷം രൂപയാണ്. അത് മുഴുവൻ ചിലപ്പോ റോഡ് ഉണ്ടാക്കാൻ മാത്രം തികയില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ വർക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ വർക്കുകൾ ചെയ്യാന്നുള്ള ഐഡിയോളജി, അത് ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ഒരു ഐഡിയോളജി ആയിരുന്നു. അത് അവരുടെ ചർച്ചകളിൽ നിന്നൊക്കെ അച്ഛൻ മനസ്സിലാക്കിയ ഒരു തന്ത്രം ഇവിടെ പയറ്റി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ജനകീയാസൂത്രണം, ആ വർഷത്തിന് ശേഷമാണ് ജനകീയാസൂത്രണ പദ്ധതിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. ജനകീയാസൂത്രണം വേറെ ഒന്നല്ല, അധികാരം ജനങ്ങൾക്ക് കൈമാറുക എന്നുള്ളൊരു പോളിസി. അതായത് അതിന്റെ ഒരു ഹൈറാർക്കിയൽ ഒരു ഇതുണ്ടല്ലോ, ഭരണം മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ളതിന് നേരെ തിരിച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ഗ്രാമസഭകൾ എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ അവരുടെ നാട്ടിലേക്ക് വേണ്ടുന്ന ഏറ്റവും പിന്നെ ആദ്യം അനിവാര്യമായിട്ടുള്ള വികസനം ഏതാണെന്ന് ജനങ്ങൾ കൂടി തീരുമാനിച്ച് അതിനുവേണ്ടി അവരൊരു പ്രൊജക്ട് ഉണ്ടാക്കി ആ പ്രൊജക്ടിന്റെ പിന്നെ ഫീസിബിലിറ്റി ഒക്കെ പഠിച്ച് പിന്നെ അതിന് വരുമാനം പഞ്ചായത്തിന് കണ്ടെത്താൻ പറ്റുന്ന വരുമാനത്തിന് പുറത്താണെങ്കിൽ ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച്, അത് കാശായിട്ടല്ല അധ്വാനമാണ് കോൺട്രിബ്യൂഷൻ ആയിട്ട് സ്വീകരിക്കുന്നത്. നമ്മള് ഇവിടെ ഒരു കാട്ടുങ്ങൽ തോട് എന്ന് പറഞ്ഞ തോട് വെട്ടിയിട്ടുണ്ട്. ആ തോടിന് പിന്നെ ആകെ 2000 ആളുകളാണ് തോട് വെട്ടാൻ പങ്കെടുത്തിട്ടുള്ളത്. അത് ഓരോ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളായിട്ട് അച്ഛൻ നല്ല ബന്ധത്തിലാണ്. അപ്പൊ BJP RSS ആളുകളായിട്ട് വരെ നല്ല ബന്ധത്തിലാണ്. എന്താ വെച്ചാല്
അവരോട് പറയും നിങ്ങളുടെ ശക്തി തെളിയിക്കാൻ പറ്റിയ സമയമാണ്, നിങ്ങൾ ഇത്ര ആളുകളെ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഈ പരിപാടിക്ക്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്തിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാല് ആ ഒരു ഇതുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള അവരെ ഒരു ചൂഷണം ചെയ്യാ അത് അവർക്ക് തോന്നുന്നത് ഇല്ല. എന്നാല് പിന്നെ അവരെ അച്ഛൻ ആ രീതിയിൽ ചൂഷണം ചെയ്യുന്നതാണ് വെച്ചാൽ അവർക്ക് എത്ര ആള് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത്. ആദ്യം അവര് നിശ്ചയിച്ചൊക്കെ നിന്നെങ്കിലും പിന്നീട് ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ 2000-ഓളം ആളുകൾ പങ്കെടുത്തിട്ട് ഏതാണ്ട് 2 കിലോമീറ്റർ നീളമുള്ള ഒരു തോട് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം 3 മണിന്റെ ഇടയിൽ വെട്ടി. ഏതാണ്ട് പഞ്ചായത്തിന് ആകെ ചെലവായത് 25,000 രൂപയിൽ താഴെയാണ് ഈ വന്ന ആളുകൾക്കുള്ള ഭക്ഷണം, 2 നേരത്തെ ഭക്ഷണത്തിനുള്ള ചെലവ് മാത്രം. ബാക്കി ആയുധങ്ങളും പിന്നെ കൊട്ട മുതല കാര്യങ്ങളെല്ലാം കുറച്ച് പഞ്ചായത്ത് വാടകയ്ക്ക് എടുത്തു, ബാക്കി ജനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെയായിരുന്നു. സമാന രീതിയിലുള്ള ഒരു 4-5 വർക്ക് ആ ഒരു വർഷത്തിൽ തന്നെ, തുടക്ക വർഷത്തിൽ തന്നെ നടത്തി. പിന്നെ ഇതിന് കൃത്യമായ മാർഗരേഖയൊന്നും ഉണ്ടായിരുന്നില്ല ഗവൺമെന്റ് തന്നിട്ടില്ലേ. അപ്പൊ അതിനുള്ള മാർഗരേഖ കാര്യങ്ങള് അതിന്റെ വികസന രേഖ എന്നാണ് പറയാം. ആ ഒരു സാധനത്തിന്റെ ഒക്കെ ഡ്രാഫ്റ്റ് അച്ഛനെ ആണ് ഉണ്ടാക്കുന്നത്. അച്ഛനും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള ഒരുപാട് ആളുകൾ അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. റിട്ടയർഡ് ആയിട്ടുള്ള മാഷുമാര്, പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിന്റെ റിട്ടയർഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാര്, പല കാര്യങ്ങൾക്കും എഞ്ചിനീയറിംഗിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അത് അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കിട്ടാവുന്ന സഹായം ഏത് പാർട്ടിയോ രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യേകം ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ച് ഓരോ വിഷയ സമിതികൾ എന്നതിന് പറയാം. ഓരോ വിഷയത്തിനും പ്രത്യേകം കമ്മിറ്റി, എഡ്യൂക്കേഷന് ഒരു കമ്മിറ്റി, പിന്നെ എന്താ പറയാ ഈ ലോക്കൽ വർക്സിന് ഒരു കമ്മിറ്റി, അങ്ങനെ പ്രത്യേകം എല്ലാ വിഷയത്തിനും ഓരോ കമ്മിറ്റി. അങ്ങനെ അതിന് പ്രത്യേകം ചാർജ്, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അത് മാസത്തിൽ 2 തവണ എന്തായാലും യോഗം ചേരണം, അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തണം. അങ്ങനെ ഒരു പട്ടാളച്ചിട്ടോട് കൂടി കാര്യങ്ങൾ നടത്തിയതിന്റെ ഒരു ഫലമാണ് അടുത്ത ഫസ്റ്റത്തെ പിന്നെ സ്വരാജ് ട്രോഫി. അത് കേരളത്തിലെ ഏറ്റവും നല്ല 1000 പഞ്ചായത്തുകളിൽ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം പിന്നെ അത് നമ്മുടെ നാട്ടിൽ ഗവർണർ വന്നിട്ടാണ് ആ അവാർഡ് നൽകുന്നത്. അതിനുശേഷം പിന്നെ 15 ലക്ഷം വാർഷികമായിട്ട് വരുമാനം ഉണ്ടായിരുന്ന നമ്മുടെ പഞ്ചായത്തിന് ഗവൺമെന്റ് ഫണ്ട് ഏതാണ്ട് കോടികളായിരുന്നു, 2-3 കോടികൾ പിന്നെ അടുത്ത വർഷം മുതൽ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ വികസനത്തിന്റെ ഒരു പ്രളയം സൃഷ്ടിക്കാൻ വേണ്ടി അച്ഛന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നതാണ് അച്ഛൻ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ള അച്ഛന് വളരെ നിഷ്ഠുള്ളൊരു കാര്യമാണ്. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയണ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഒരു രീതി. അപ്പൊ അതൊരു വിഷയം. മറ്റൊരു വിഷയം നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു വിഷയം ഞാൻ പറയാം. അച്ഛൻ ഏതാണ്ട് 1965 മുതൽ പിന്നെ 80 വരെ അച്ഛന്റെ കോളേജ് കാലഘട്ടം മുതൽ, പിന്നെ 65 അല്ല, ഒരു 60 മുതൽ 80 വരെ ഏതാണ്ട് 250-ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് അച്ഛന് പ്രസിദ്ധീകരിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈകിയ വേളയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് ഇവിടുത്തെ ഒരു വായനക്കൂട്ടം അത് കണ്ട് യാദൃശ്യമായിട്ട് അവർ വീട്ടിൽ നിന്ന് കണ്ടതാണ്. അങ്ങനെ കാലിക പ്രസക്തമായ ഒരു 44 കവിതകളും ഒരു ഖണ്ഡകാവ്യം ഉണ്ടായിരുന്നു. അത് 100 പേജിൽ കണക്കാക്കിയിട്ട് ഞങ്ങളും കൂടെ സഹകരിച്ചിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വിവരം കൂടെ ഉണ്ട്. പിന്നെ അത് സാധാരണ ആർക്കും അറിയാത്തൊരു വിഷയമാണ്. അച്ഛൻ പണ്ട് കാലത്ത് ദേശാഭിമാനി, ചന്ദ്രിക പോലുള്ള മാസികകളിലൊക്കെ ചില കവിതകളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനും അച്ഛന്റെ കവിതകൾ ഉണ്ടെന്നുള്ളത് അറിയുന്നത് വളരെ അടുത്ത കാലത്താണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്താ വെച്ചാല് അച്ഛന്റെ ആഗ്രഹം മരിച്ചു കഴിഞ്ഞാല് പിന്നെ പാർട്ടി കൊടിയോ അതുപോലെ റീത്തോ വെക്കരുത് എന്നായിരുന്നു. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് എന്റെ നാട്ടിലുള്ള സഖാക്കള് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കും അച്ഛനും ഒരുപാട് ആത്മബന്ധമുള്ള മനുഷ്യന്മാരാണ്. പിന്നെ അച്ഛനെ പാർട്ടി പുറത്താക്കുന്നത് 84-ലാണ്. അച്ഛൻ 79 മുതൽ 84 വരെ ഇവിടെ പ്രസിഡന്റ് ആയിരുന്നു. ഈ യുക്തിവാദവും കമ്മ്യൂണിസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് EMS നിർദ്ദേശിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അച്ഛന്റെ മരണശേഷം ഇവിടെ ഒരുപാട് നേതാക്കൾ, നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളും സഖാക്കളും എല്ലാം വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഈ കാര്യത്തിൽ നീ വാശി പിടിക്കരുത്. എനിക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാല് നമ്മൾ നാളെ കാണണ്ട, എനിക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. അതിൽ ഞാൻ ചെറിയ വെള്ളം ചേർത്തിട്ട് അത് എന്റെ ഭാഗത്തുള്ള തെറ്റാണ്. അത് അച്ഛൻ അതില് നിരപരാധിയാണ്. സന്തോഷം. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം ഷമീർ. നമ്മൾ തമ്മിലൊരു ബന്ധം ഇനി എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരുടെയും ആദരവ് അറിയിക്കുന്നു, ഞങ്ങൾ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു.